എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി ഇന്ന് 47-ാം സെഷനിൽ എത്തി നിൽക്കുന്നു. ഈ സെഷനിലോടുകൂടി ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. ഇന്ന് 98, 99, 100 എന്നീ ശ്ലോകങ്ങളാണ് നമ്മുടെ ഗുരു ഇന്ന് ഇവിടെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള പരിപാടി നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എല്ലാവരും മനസ്സിൽ ഏറ്റെടുത്തൊരു പ്രോഗ്രാം കൂടിയാണ്. ഞാൻ ഇത് പറയുകയല്ല, കാരണം മാറ്റങ്ങൾ പലർക്കും സംഭവിക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിനാണെങ്കിലും ശരീരത്തിനാണ്, ശരീരസുഖം, മനസ്സുഖം, ഇതൊക്കെയാണ് ഒരു മനുഷ്യന് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരുപക്ഷെ സൗന്ദര്യലഹരി പഠിച്ചു തുടങ്ങിയതിൽ പിന്നെ മാറ്റങ്ങൾ അനുഭവത്തിലൂടെ അറിയുന്നുണ്ട്. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിന് ഏതൊക്കെ രീതിയിലാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മാനം യാത്രക്കിടയ്ക്കാണെങ്കിലും ഇത് ഓൺ ചെയ്ത് വെച്ച് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് ആ സമയത്ത് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാൻ സാധിച്ചില്ല. അത് ആ ഒരു ഹോട്ടലിലായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന അവിയൻ നമ്പൂതിരി, അദ്ദേഹം അവിയൻ ചേട്ടൻ ചോദിച്ചിരുന്നു എന്താണ് ജ്യോതിഷ കേൾക്കുന്നത്. ഞാൻ അദ്ദേഹത്തിനെ കേൾപ്പിച്ചു. ഞാൻ ജയേട്ടനെ കുറിച്ച് പറയുകയുണ്ടായി. അദ്ദേഹത്തിനോട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ പരിപാടി നടക്കുകയാണ്, അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പൊ എത്ര ശ്ലോകം, ഞാൻ ശ്ലോകങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ റിവിഷൻ നമുക്ക് ഇനിയിപ്പോ ഇതിന് ശേഷം നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ വളരെയധികം മതിപ്പുളവാക്കി. അത് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു അതിശയോക്തിയായിരുന്നു അദ്ദേഹത്തിനൊക്കെ സംഭവിച്ചത്. തുടർന്ന് പറയാൻ വന്നത് ഇത് തന്നെയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലമായി അഹം ബ്രഹ്മാസ്മി നമ്മുടെയൊക്കെ മനസ്സുകളെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ സരസമായി, വളരെ ലളിതമായി നമുക്ക് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ജയേട്ടൻ അത് ഇവിടെ പ്രസന്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സിന് കൂടുതൽ ആൾക്കാർ ഇന്ന് വന്നെത്തുന്നത്. ഇപ്പൊ ഉണ്ണികൃഷ്ണ സാർ അതുപോലെയുള്ള സ്റ്റുഡന്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അതേപോലെ ഞാന് സുരേഷ് ഏട്ടൻ. തീർച്ചയായിട്ടും വളരെ അഭിമാനം തോന്നുന്നു ജയേട്ട, അങ്ങേ ഓർത്ത് വളരെ സന്തോഷം. നമുക്ക് ആദ്യമായി ഗുരുസ്മരണയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജയേട്ടനെ തന്നെ ആ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുള്ളൂ. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനുശേഷം ഇന്നിപ്പം 47 എപ്പിസോഡ് ആകുകയാണ്. ഇതിനുശേഷം അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഇതിന്റെ റിവിഷൻ തുടങ്ങിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നിവിടെ പങ്കെടുക്കുന്ന മറ്റുള്ള അംഗങ്ങളും അല്ലെങ്കിൽ ശ്രോതാക്കളും കൂടെ അതിനെക്കുറിച്ച് അഭിപ്രായം കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച ഈ ചൊവ്വാഴ്ചകൾ തന്നെ നമുക്ക് റിവിഷനും സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഇതിനൊരു വേണ്ടെന്ന്, ബ്രേക്ക് വേണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തുടർച്ചയായിട്ട് തന്നെ ഇത് പൊയ്ക്കൊള്ളട്ടെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു റിവിഷനൂടെ കഴിയുമ്പോഴത്തേക്കും ഈ സൗന്ദര്യലഹരി ഈ മുഴുവൻ ശ്ലോകങ്ങളും നമുക്ക് പഠിക്കുവാനും അതോടൊപ്പം അതിന്റെ അർത്ഥം പറഞ്ഞ് പഠിക്കുവാനും നമുക്ക് സാധിക്കും. അതിന് ജഗദീശ്വരി അനുവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദേവി മൂകാംബിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ജയേട്ടന് മൈക്ക് കൈമാറുന്നു. ജയേട്ടാ. ജയശങ്കര. ജയശങ്കര. അജ്ഞാനന്തർഗഹന പതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപാം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരം ശങ്കരാചാര്യം കേശവം ശങ്കരാചാര്യം കേശവം ബാദരായണം ഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിഃ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനി സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതം ഭംഗിരുചിഭിഃ വജോഭിർവാഗ്ദേവി വദനകമലാമോദമധുരൈ. ഓം ഹരി ശ്രീ ഗണപതായേ നമഃ. അവിഘ്നമസ്തു. ജയശങ്കര. ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന
വളരെ ശ്രേഷ്ഠമായ കാവ്യം നാം അർത്ഥമറിഞ്ഞ് പഠിക്കുവാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. അപ്പോൾ നാം പലപ്പോഴായിട്ട് പറയുകയുണ്ടായി, വളരെ ശ്രേഷ്ഠമായ ഒരു കാവ്യമാണ്. കാരണം ഒരു സ്തോത്രകാവ്യത്തിനുണ്ടാകുന്ന ഷഡ്വിധ ലക്ഷണങ്ങളെല്ലാം തന്നെ സൗന്ദര്യലഹരിക്കുണ്ട്. ഏത്? നമസ്കാരസ്തദാശീശ്ച സിദ്ധാന്തോക്തി പരാക്രമ വിഭൂതി പ്രാർത്ഥനാചേതി ഷഡ്വിധം സ്തോത്രലക്ഷണം. ആശിസ്, നമസ്കാരം, ആശിസ്, സിദ്ധാന്തോക്തി, പരാക്രമം, വിഭൂതി, പ്രാർത്ഥന, ഈ ഇങ്ങനെയുള്ള എല്ലാ ലക്ഷണങ്ങളും ചേർന്ന സർവലക്ഷണയുക്തമായ ഒരു മഹാകൃതിയാണ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളാൽ വിരചിതമായിരിക്കുന്ന സൗന്ദര്യലഹരി എന്ന് നാം പറയുകയുണ്ടായി. ഇതിൻ്റെ ആദ്യത്തെ 41 ശ്ലോകങ്ങൾ കൂടുതലും ദേവീപരമായ അല്ലെങ്കിൽ തന്ത്ര മന്ത്ര യന്ത്രങ്ങളോട് കൂടി ചേർന്ന ഒരു വിഭാവനമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് കേശാദിവാദം, കേശം മുതലല്ല എന്ന് ഞാൻ പറയും, കിരീടം മുതൽ, കിരീടത്തിലെ ചന്ദ്രനിൽ നിന്ന് തുടങ്ങി പാദം വരെ ദേവിയെ വളരെ മനോഹരമായിട്ട് വർണ്ണിക്കുന്നതായിട്ടാണ് നാം കണ്ടത്. പിന്നീട് കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന ഒരു സാരാംശമാണ് നമ്മൾ ഈ കണ്ട 94, 95, 96 ശ്ലോകങ്ങളിൽ നാം കണ്ടത്. ഇന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 98-ാമത്തെ ശ്ലോകത്തിലാണ്. 98, 99, 100 ഇതോടുകൂടി നമുക്ക് ഇതിൻ്റെ അർത്ഥമറിഞ്ഞ് പഠിക്കുവാൻ ഉള്ള ശ്രമം ഇവിടെ തീരും എന്നാണ് പ്രതീക്ഷ. അങ്ങനെ ഇന്ന് നമുക്ക് 98-ാമത്തെ ശ്ലോകം ചിന്തിച്ചു നോക്കാം. കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം പ്രകൃത്യാമൂകാനാം അഭിജ കവിതാകാരണതയാ കഥാദത്തേ വാണി മുഖകമലതാംബൂലരസതാം. എന്താണ്? കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം. അല്ലയോ മാതാവേ, അല്ലയോ അമ്മേ, എന്താണ്? തവ കലിതാലക്തകരസം. അമ്മയുടെ ആ പാദത്തിലെ എന്താണ്? പാദമാണ് കലിതാലക്തകരസം. എവിടുത്തെ? ചരണം. അമ്മയുടെ ആ പാദത്തിലെ കലിതാലക്തകരസം, അങ്ങയുടെ പാദത്തിലെ ആ ചെമ്പഞ്ഞിച്ചാറിന്റെ രസം. പാദം എന്ത്? നിർണേജനജലം. നിർണേജനജലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദം കഴുകിയ ജലം. എന്താണ്? ശ്രീപാദതീർത്ഥം. നമ്മളെ പൂജ കഴിക്കും ശ്രീപാദതീർത്ഥം ഇതം എന്ന് പറഞ്ഞാണ് അല്ലേ അവസാനം. അപ്പൊ ശ്രീപാദതീർത്ഥത്തെ കുറിച്ചാണ്. അപ്പൊ അത് എങ്ങനെയാണ്? കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം. അല്ലയോ അമ്മേ, ആ നിന്തിരവടിയുടെ കലിതാലക്തകരസം, ചെമ്പഞ്ഞിച്ചാറ് പൂണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെമ്പഞ്ഞിച്ചാറ് കലർന്നിരിക്കുന്നതായിരിക്കുന്ന എന്ത്? ചരണനിർണേജന ജലം, ആ കാൽപാദത്തിൽ നിന്ന് ഒഴുകുന്ന ശ്രീപാദതീർത്ഥമതം. അതല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചു എന്താണ്? ഒരു ശ്ലോകമുണ്ടല്ലോ, സുധാസാര സുധാധാരാസാരൈ ശരണയുഗളാന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരപിരസാംനായ മഹസാം അവാപ്യസ്വം ഭുജഗനിഭമധ്യുഷ്ടവലയം സ്വമാത്മാനം കൃത്വാ സ്വപിഷികുളകുണ്ഠേ കുഹരിണീം. അങ്ങനെ ആ ചന്ദ്രമണ്ഡല സ്വരൂപമായിരിക്കുന്ന സഹസ്രാര പത്മത്തില് സ്ഥിതി ചെയ്യുന്നിരിക്കുന്ന അല്ലയോ അമ്മേ, അമ്മയുടെ ആ പാദപത്മത്തിൽ നിന്നും ഒഴുകുന്ന നിരന്തരമായി ഒഴുകിയെത്തുന്ന എന്ത്? അമൃതധാര, ആനന്ദാനുഭൂതി പ്രവാഹം. ആ അമൃതധാര എങ്ങനെയാണ്? പ്രപഞ്ചം മുഴുവൻ നനച്ചിട്ട് ആ സാധകന്റെ ശരീരത്തിലെ സമസ്ത നാഡികളെയും നമ്മൾ പറഞ്ഞു പിണ്ടാണ്ടമെന്നും ബ്രഹ്മാണ്ടമുണ്ടെന്നും പറഞ്ഞു. ബ്രഹ്മാണ്ടത്തിലുള്ളത് മുഴുവൻ പിണ്ടാണ്ടത്തിലുണ്ട്. അങ്ങനെ ആ സാധകന്റെ സമസ്ത നാഡികളെയും ഭഗവതി ആനന്ദത്താൽ നിറച്ച് അവസാനം എന്തായിട്ടാണ്? താഴേക്ക് ഇറങ്ങി വന്നിട്ട് സ്വമാത്മാനം കൃത്വാ സ്വപിഷികുളകുണ്ഠേ കുഹരിണി, അവിടെ താഴെ മൂലാധാരത്തിൽ വന്ന്
ആ ശക്തി സ്വരൂപിണി അവിടെ ഇരിക്കുന്നു എന്ന് നാം പഠിക്കുകയുണ്ടായി. അപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ചരണ നിർണയ ജലം. അപ്പൊ എന്താണത്? ആ സഹസ്രാര പത്മത്തിൽ നിന്നും സ്രവിക്കുന്ന ആ എന്താണ്? അമൃതധാര എന്ന വ്യാഖ്യാനം. നമ്മൾ ശ്രീപാദ തീർത്ഥം ശ്രീപാദ തീർത്ഥം എന്ന് ഒറ്റ വാക്കിൽ പറയുമ്പോഴും ഈ പഴയ 10ാമത്തെ ശ്ലോകം ഞാൻ ഒന്നുകൂടെ ഉന്നയിച്ചത് അതുകൊണ്ടാണ്. ആ സാക്ഷാൽ സഹസ്രാര പത്മത്തിൽ വസിക്കുന്ന ദേവിയുടെ പാദങ്ങളിൽ നിന്നും വരുന്ന അമൃതധാര എന്നായിരിക്കണം നാം ചിന്തിക്കേണ്ടത് എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അങ്ങനെയുള്ള അമൃതധാര കഥാകാലേ മാതാ കഥാകാലേ എന്താണ്? കഥാകാലേ അതെന്താണ് പറയുന്നത്? പിബേയം. കഥാകാലേ പിബേയം എന്നാണ്, എപ്പോഴാണ് പിബേയം കുടിക്കുന്നത്? ആര് കുടിക്കുന്നത്? വിദ്യാർത്ഥി എന്നാണ് എഴുതിയിരിക്കുന്നത്. വെറും വിദ്യാർത്ഥി എന്ന് വെച്ചാൽ അഹം വിദ്യാർത്ഥി. സംസ്കൃതത്തിൽ അഹം വിദ്യാർത്ഥി, ഞാനെന്ന് പറയുന്ന വിദ്യാർത്ഥി എപ്പോഴാണ് പിബേയം എന്ന് കുടിക്കുക? പിബതി കുടിക്കുന്നു എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കുടിക്കുന്നത് എപ്പോഴാണ്? ഈ അമൃതധാര. കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവചരണ നിർണേജനജലം. അപ്പൊ അമ്മയുടെ പാദം കഴുകിയിരിക്കുന്ന അല്ലെങ്കിൽ പാദത്തിലെ ചെമ്പഞ്ഞിച്ചാറ് പൂണ്ടിരിക്കുന്ന അമൃതപ്രവാഹം, ആ രസം എനിക്ക് എപ്പോഴാണ് കുടിക്കുവാൻ സാധിക്കുക? എന്നിട്ടോ കഥയ എന്ന് പറയുന്നു. കഥയ എന്താണ്? കഥയ പറഞ്ഞു തരൂ, പറഞ്ഞു തന്നാലും എന്നാണ്. അമ്മ എപ്പോഴാണ് എന്നുള്ളതാണ്. എനിക്ക് എപ്പോഴാണ് അമ്മയുടെ കാൽപാദം കഴുകി കുടിക്കുന്ന ആ തീർത്ഥം അമൃതധാര ലഭിക്കുവാൻ സാധിക്കുന്നത് എന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നാലും എന്നാണ്. പിന്നീടോ, അല്ലെങ്കിൽ അരുളി ചെയ്യുക എന്ന് പറയാം. ദേവി ആയതുകൊണ്ട് അരുളുക എന്ന് പറയാമല്ലോ. അപ്പോ പ്രകൃത്യാമൂകാനാം അപി ച കവിതാ കാരണതയാം തവ ച പ്രകൃത്യ എന്ന് പറയുമ്പോൾ പ്രകൃത്യ, അത് പ്രകൃത്യാ തന്നെ, അത് സ്വാഭാവേന ജന്മനാ തന്നെ. അതാണ് പ്രകൃത്യ മൂകാനാം അപിച്ച. അപ്പൊ ജന്മനാ തന്നെ മൂകനായവനെ പോലും എന്താണ്? കവിതാ കാരണതയാ. അങ്ങനെ ജന്മം കൊണ്ട് തന്നെ മൂകനായിരിക്കുന്ന ഒരാൾക്ക് കവിത്വശക്തി കിട്ടുവാൻ കാരണഭൂതമായി തീരുന്നു. അമ്മയുടെ ശ്രീപാദ തീർത്ഥം എന്നാണ് അമൃതധാര. എന്നിട്ടോ അത് മാത്രമല്ല, അങ്ങനെ കവിത്വം കിട്ടിക്കഴിഞ്ഞാൽ അതിനെയോട് ഉപമിച്ചിരിക്കുന്നത് കഥാദത്തേ വാണി മുഖകമലതാംബൂലരസം രസതാം. അങ്ങനെ ആ സരസ്വതിയുടെ താമ്പൂലത്തിൽ അങ്ങനെയുള്ള ആ വാഗ്ധോരണി അല്ലെങ്കിൽ ആ വാക് പ്രഭാവം എന്തായിട്ടാണ്? സരസ്വതിയുടെ മുഖകമലത്തിൽ നിന്ന് വരുന്ന ആ താമ്പൂല രസമാണ്. അവയുടെ സരസ്വതിയുടെ മുഖകമലത്തിൽ നിന്നുമുണ്ടാകുന്ന ആ വാഗ്ദേവിയുടെ രസം, എങ്ങനത്തെ താമ്പൂല രസം അല്ലെങ്കിൽ വാക് പ്രഭാവം എപ്പോഴാണ് അമ്മയുടെ പാദതീർത്ഥം കുടിച്ച് എനിക്ക് കിട്ടുന്നത് എന്ന് അമ്മ പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ കഥാദത്തെ എപ്പോഴാണ് സ്വീകരിക്കുന്നത്, എപ്പോഴാണ് ലഭിക്കുന്നത്? കഥാദത്തെ എപ്പോൾ ഞാൻ ധരിക്കും. ദത്തെ എന്ന് പറഞ്ഞാൽ ധരിക്കുക, സ്വീകരിക്കുക, കിട്ടുക എന്നൊക്കെ അർത്ഥം. അപ്പോ ആ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് നമ്മൾ ചിന്തിച്ചാല്, അല്ലയോ അമ്മേ, കരുണാമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതി ജഗദംബികെ, വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാന് ചെമ്പഞ്ഞിച്ചാറ് കലർന്നിരിക്കുന്ന നിന്തിരുവടിയുടെ ശ്രീപാദ തീർത്ഥം അല്ലെങ്കിൽ ആ അമൃതം എപ്പോഴാണ്, ഏത് കാലത്താണ് എനിക്ക് പാനം ചെയ്യുവാൻ പറ്റുക? കഥയ പറഞ്ഞു തന്നാലും അരുളി ചെയ്താലും അങ്ങനെയുള്ള അമ്മയുടെ ആ ശ്രീപാദ തീർത്ഥം ജന്മനാ മൂകരായവർക്ക് പോലും കവിതയ്ക്ക് എന്താണ്? കവിതാ കാരണതയാന്നാണ്. മൂകന്മാരായവർക്ക് പോലും കവിത്വശക്തി ലഭിക്കുന്നു, കവിതയ്ക്ക് കാരണമായി തീരുന്നു. അങ്ങനെ ഭവിക്കുന്നതിനാൽ അതെന്താണ്? സരസ്വതി ദേവിയുടെ മുഖകമലത്തിൽ നിന്നുമുള്ള ആ താമ്പൂലരസഭാവമാണ് ആ പാദതീർത്ഥം. അത് ഞാൻ എപ്പോൾ ധരിക്കും എന്നാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പം അനേകം ശ്ലോകങ്ങളിലൂടെ ആചാര്യസ്വാമികളുടെ ദേവിയുടെ ആ പാദമാഹാത്മ്യങ്ങൾ പലതരങ്ങളിൽ വർണ്ണിച്ചു, അല്ലേ? അപ്പോൾ ഭഗവത്പാദർ ഈ ശ്ലോകത്തിൽ ദേവിയുടെ പാദതീർത്ഥത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എങ്ങനെ? വിദ്യാർത്ഥി എന്നാണ്. അഹം വിദ്യാർത്ഥി, ഞാനൊരു വിദ്യാർത്ഥിയായ ഞാൻ എപ്പോഴാണ് ആ ചെമ്പഞ്ഞിച്ചാർന്ന് കലർന്ന നിന്തിരുവടിയുടെ പാദതീർത്ഥം പാനം ചെയ്യുന്നത് എന്നാണ്. അപ്പോ ഇത്
അദ്ദേഹം ഇപ്പം നമ്മളിത് ചിന്തിക്കുമ്പോൾ ഞാനത് ചിന്തിച്ചു പോവാണ്. ഈ 98ാമത്തെ ശ്ലോകത്തിലാണ് ആചാര്യസ്വാമികൾ ഇങ്ങനെ ഒരു വരി എഴുതുന്നത്. ആദ്യത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വരികളിലൊന്നുമല്ല. കാരണം സൗന്ദര്യലഹരിയുടെ 98ാമത്തെ ശ്ലോകമായിട്ടാണല്ലോ അദ്ദേഹം ഇത് പറയുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഈ വാണീ മുഖകമല താമ്പൂലരസം ആചാര്യസ്വാമികൾ ദേവീപാദങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഇപ്പോഴാണോ? പ്രൗഢാനാം ജനനി എന്ന് നേരത്തെ പറയുകയുണ്ടായി. അപ്പോൾ ദേവിയുടെ പ്രസാദം വളരെ നേരത്തെ തന്നെ ആചാര്യസ്വാമികൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാത്രമല്ലേ അദ്ദേഹത്തിന് ഇത്ര മനോഹരമായ ഒരു കാവ്യസൃഷ്ടി നടത്തുവാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചതും. അപ്പോൾ ഈ വാച്യാർത്ഥത്തിനുപരി ഇപ്പം നമ്മൾ നേരത്തെ ഒരു ശ്ലോകം നമ്മൾ ചൊല്ലില്ലേ, സുധാസാര എന്നുള്ള ശ്ലോകം. അപ്പം ഇതിനെല്ലാം ഉപരി സഹസ്ര മധ്യത്തിലുള്ള ശ്രീചക്രരൂപിണിയായിരിക്കുന്ന ചന്ദ്രമണ്ഡലത്തിൽ ദേവി ചെയ്യുന്ന ആ ദേവിയുടെ ചരണമധ്യത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ആ അമൃതധാരാ പ്രവാഹം ഒരു ഉപാസകനെ, സാധകന്റെ നാടുകളെയെല്ലാം അമൃതപ്രവാഹത്തിൽ മുക്കുന്നതായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദേവിയെ ആരാധിക്കുന്ന ഒരു ഉപാസകൻ വളരെ ശക്തിയോടെ നിഷ്ഠയോടുകൂടി, ഇതിനു മുമ്പ് നമ്മൾ ഉപാസനാക്രമമൊക്കെ പറഞ്ഞു ഇല്ലേ, 95-96 നമ്മൾ പറഞ്ഞു കലത്രം വൈധാത്ര്യം എങ്ങനെയൊക്കെയാണ് ഒരു ഉപാസകനിൽ ദേവിയുടെ പ്രഭാവം ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. ആ ദേവിയെ ആരാധിക്കുന്നയാള് സാക്ഷാൽ സരസ്വതീ ദേവി തന്നെ ആയിത്തീരുന്നു എന്നാണ്. അവൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ കവിത്വശക്തി, കവിതകൾ, പ്രവർത്തനങ്ങൾ ഇവയെ കലകളുമായി തീരുന്നു എന്നൊരു പരോക്ഷമായ സൂചനയാണ് ശങ്കരാചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കണം എന്നൊരു പ്രാർത്ഥന മാത്രമല്ല, അത് ആദ്യമേ ലഭിച്ചു കഴിഞ്ഞു. ഒരു ഉപാസകന് ഇങ്ങനെ ചെയ്താൽ ലഭിക്കും എന്നുള്ളതായിരിക്കണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഒരു ശ്ലോകം എപ്പോഴും ചൊല്ലാറുണ്ട്, അത് തന്നെയല്ലേ ഇതും. ഇപ്പം ഇത് പറഞ്ഞു എന്താ, പ്രകൃത്യാമൂകാനാം അഭിജ കവിതാ കാരണതയാ. നമ്മൾ തത്തുല്യമായിട്ട് നമ്മൾ ഭഗവത്ഗീതയൊക്കെ ചൊല്ലുമ്പോൾ ചൊല്ലാറുണ്ടല്ലേ, എന്താണ്, മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അപ്പൊ അവിടെയും ഇത് തന്നെയാണ് നമ്മൾ ചൊല്ലുന്നത്. അപ്പൊ സമസ്ത സൃഷ്ടികളുടെയും പരമപൂർണമായിരിക്കുന്ന ആ ശക്തി നമുക്ക് നൽകുന്ന എന്താണ്, പരമമായ ഒരാനന്ദമാണ്. അപ്പോൾ ഒരു ഉപാസകന് എന്തും സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു ഉപായമാണ് ദേവി ഉപാസന എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്രീപാദതീർത്ഥം മൂകന്മാർക്ക് കവിതയ്ക്ക് കാരണമാകും എന്ന് പറഞ്ഞു. അപ്പം അന്ധന്മാരായി, ബധിരന്മാരായി, ശബ്ദഹീനന്മാരായി ഇങ്ങനെയുള്ളവരെയെല്ലാം നമ്മൾ ആ ഒരു പദത്തിലൂടെ യോജിപ്പിച്ച് ചിന്തിക്കണം എന്നാണ്. അപ്പോൾ അവരുടെ എല്ലാം പ്രജ്ഞ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇങ്ങനെയുള്ള അന്ധരായിട്ടും ബധിരരായിട്ടും മൂകരായിട്ടും ഒക്കെ ഇരിക്കുന്ന യാതൊരു പ്രജ്ഞ ഒന്നുമില്ലാത്തവർക്ക് ഒരു നവോന്മേഷം കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ പ്രജ്ഞ അവർക്ക് കിട്ടുകയാണ് എന്ന് വേണം. അങ്ങനെ ഭഗവതീ കടാക്ഷം കൊണ്ട് കവിയായി തീരുന്നു എന്നാണ്. നമ്മൾ മഹാനായ നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, കാളിദാസന്റെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? കാളിദാസൻ തന്നെ അങ്ങനെയല്ലേ, കാളി ഇല്ലേ, അകത്താര് പുറത്താര് എന്ന് ചോദിക്കുകയും കാളിയുടെ അനുഗ്രഹം ഉണ്ടാക്കുകയും, ഇതൊക്കെ മൂകകവിയാണ്. യാതൊരു കവിത്വ ശക്തിയും ഇല്ലായിരുന്ന കാളിദാസൻ കാളിയുടെ ഉപാസന, കാളിയുടെ അനുഗ്രഹത്തോടു കൂടി കവിയായി മാറി. ഇതേപോലെ തന്നെ നമ്മൾ ശങ്കരാചാര്യസ്വാമികളുടെ ഒരു ശിഷ്യൻ, പിന്നെ സുരേഷാചാര്യരാണെന്ന് തോന്നുന്നു, കർണാടകത്തിൽ നിന്നുമുള്ളത് അല്ലേ, മാധവേട്ടൻ അറിയായിരിക്കും. അത് അദ്ദേഹത്തിനും ഇങ്ങനെയുണ്ട്. ശങ്കരാചാര്യ ശിരസ്സോട് ചേർത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ആ ഒരു കവിത്വ ശക്തി കിട്ടിയെന്നാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാ, സുരേഷാചാര്യൻ രണ്ടും ഒരേ പേരല്ലേ, സുരേഷാചാര്യൻ തോടകാചാര്യൻ ഒരാളാണ്, അത് തന്നെ. അപ്പോൾ തോടകാചാര്യർ തന്നെ, രണ്ടുപേരും ഒരേ പേരാണ് എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാവ്യരചനാ പാടവം സരസ്വതി കമലത്തിൽ നിന്നുമുള്ള ആ താമ്പൂലമായിട്ടാണ് എന്താണ് പറയുന്നത്, കഥാദത്തേ വാണി മുഖകമല താമ്പൂല രസതാം. അപ്പോൾ ദേവീപാദതീർത്ഥം സരസ്വതി വനതാമ്പൂലമായിട്ട് കൽപ്പിച്ച് അത് ലഭിക്കുന്നയാൾക്ക് എന്താണ്, വാക്സാമർഥ്യം, കേൾവിക്കുള്ള സാമർഥ്യം, നേത്രത്തിനുള്ള സാമർഥ്യം, ബുദ്ധി സാമർഥ്യം, ഇങ്ങനെയുള്ള സകല വൈഭവങ്ങളും ലഭിക്കുകയും മൂകതകളെല്ലാം മാറ്റി ഒരു ഉദാത്തരും ഉത്കൃഷ്ടരുമായ മഹാകവിയാക്കി മാറ്റം എന്നാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ആ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചൊല്ലി നോക്കാം. കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജന ജലം
പ്രകൃത്യാ മൂകാനാം അഭിജ കവിതാ കാരണതയാ കഥാദത്തേ വാണി മുഖകമലതാംബൂലരസതാം. ചൊല്ലി നോക്കിക്കോളൂ. കഥാകാലേ മാതാ കഥയ കലിതാലക്തകരസം. ലളിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജന ജലം. പിബേയം വിദ്യാർത്ഥി തവ ജലം പ്രകൃത്യാ മൂകാനാമപി ച കവിതാ കാരണതയാ കഥാദത്തേ വാണി മുഖകമലതാംബൂലരസതാം. അതാണ് കഥാകാലേ പിബേയം. ഏത് കാലത്താണ് ഞാൻ കുടിക്കുന്നത്? കഥയ പറഞ്ഞു തന്നാലും കലിത ആലക്തരസകം, കലിത ആലക്തകരസം, ആ ചെമ്മഞ്ഞിച്ചാറ് പോലിരിക്കുന്ന രസം എങ്ങനത്തേത്? ചരണനിർണയ ജലജലം, കാൽപാദങ്ങൾ കഴുകിയിരിക്കുന്നതായിട്ടുള്ള ജലം, അമൃതപ്രവാഹം അല്ലെങ്കിൽ ആ അമൃതരസം. വിദ്യാർത്ഥി, അഹം വിദ്യാർത്ഥി, ഞാനെന്ത് വിദ്യാർത്ഥി? എപ്പോഴാണ് കഥ പിബേയം കുടിക്കുന്നത് എന്നാണ് പറഞ്ഞു തന്നത്. പ്രകൃത്യാ മൂകാനാമപി ച കവിതാ കാരണതയാ, പ്രകൃതി സ്വഭാവേന തന്നെ ആയിരിക്കുന്ന ഒരു മൂകന് എന്താണ്? കവിത കാരണതയാ, കവിതയ്ക്ക് കാരണഭൂതമായി തീരുന്നു. കഥാദത്തെ വാണി മുഖകമലത അമ്പൂലരസം. കഥാദത്തെ എപ്പോഴാണ് സ്വീകരിക്കുന്നത് എന്നത് ആ സരസ്വതി കമലത്തിൽ നിന്നുമുള്ള ആ താമ്പൂലരസത്തെ എന്നാണ് ആചാര്യസ്വാമികൾ ഭക്തിയോടുകൂടി ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 99-ാമത്തെ ശ്ലോകം ചിന്തിക്കാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരത്തെ. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരത്തെ. രതേ പാതിവൃത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ഇത് ത്വദ്ഭജനവാൻ എന്നാണ്. അങ്ങേ ഭജിക്കുന്നയാൾക്ക് എല്ലാം ലഭിക്കുന്നു. എന്താണപ്പോൾ ഇത് ഇതുവരെ നമ്മൾ പഠിച്ച സൗന്ദര്യലഹരിയുടെ ഫലശ്രുതിയാണ് ഈ ശ്ലോകം. സൗന്ദര്യലഹരിയുടെ ഫലശ്രുതി എത്ര മനോഹരമായിട്ടാണ് ആചാര്യസ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്നത്. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരതേ. രതേ പാതിവ്രത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ത്വത് ഭജനവാൻ, ത്വത് എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മേ നിന്തിരുവടി, അല്ലയോ അമ്മേ ജഗജ്ജനനിയായിരിക്കുന്ന അമ്മയെ ഭജിക്കുന്നയാള്, ഒരു ഉപാസകന് ഭജനവാൻ, അമ്മയെ ഭജിക്കുന്ന ഒരു ഉപാസകന് എന്താണ്? സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരത്തെ. അപ്പോ കഴിഞ്ഞ ശ്ലോകത്തില് നമ്മള് ഇതിന്റെ മുമ്പ് ഒരു ശ്ലോകത്തിൽ പഠിച്ചു അല്ലെ? കളത്രം വൈധാത്രം കതി കതി ഭജന്തേ ന കവയാ ശ്രിയോ ദേവ്യാ കോവാ ന ഭവതി പതി കൈരപിധനൈ മഹാദേവം ഹിത്വാ തവ സതി സതീനാമചരമേ കുജാഭ്യാമാസംഗ കുരവകതരോരപ്യസുലഭ. പതിവ്രതമാരുടെ അഗ്രഗണ്യായിരിക്കുന്ന അല്ലയോ ജഗജ്ജനനി അമ്മേ, എന്താണ് എത്രയെത്ര കവികളാണ്. അപ്പൊ സരസ്വതിയെ ഭജിക്കുന്നതോടുകൂടി പലരും സരസ്വതിപതിയായിട്ട് മാറുന്നു. ബ്രഹ്മാവ് മാത്രമല്ല, അനേകം പേര് ഭജിച്ചുകൊണ്ട് ആ വാഗ്ദേവിയെ നേടുന്നു. അവരെ എന്താണ്? സരസ്വതീപതിയായിട്ട്. അതേപോലെ തന്നെ ലക്ഷ്മിയെ ഭജിക്കുന്നത് കൊണ്ടോ, ഒരു ദരിദ്രനാണെങ്കിൽ പോലും ഒരല്പം ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ലക്ഷ്മീപതിയായി. അങ്ങനെ ലക്ഷ്മിയെ അവർക്കും കിട്ടുന്നു. അപ്പോ സരസ്വതിയെയും ലക്ഷ്മിയെയും ധരിക്കാനായിട്ട് പതിമാരായിട്ട്
ബ്രഹ്മാവിനും വിഷ്ണുവിനും ഉപരിയായിട്ട് ശക്തനായ ഒരു ഉപാസകനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ്. പക്ഷേ ദേവിയെ ലഭിക്കുക എന്ന് സാക്ഷാൽ ജഗജ്ജനനിയായിരിക്കുന്ന അമ്മയെ ലഭിക്കണമെങ്കിൽ എന്താണ്, അത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പാതിവൃത്യമാണ്. അമ്മയെ കിട്ടുക എന്ന് പറഞ്ഞാൽ അമ്മ ആരാണ്? ഇതിനു മുമ്പത്തെ പഠിച്ചു എന്താ, പുരാരേതേരന്ത പുരമസിതസ്ത്വച്ചരണയോ സപര്യാമര്യാദ തരളകരണാനാം അസുലഭ. തലകരണന്മാർക്ക് എന്താ കാരണം എന്ന് പറഞ്ഞാൽ മനസ്സ്, വാക്ക്, എന്താ നമ്മളെ ഇന്ദ്രിയങ്ങൾ, തരളങ്ങളായ മൃദുലമായ ഇന്ദ്രിയങ്ങളോടുള്ള ഒരാൾക്ക് സാക്ഷാൽ ദൈവോപാസന അത്യന്തം ദുഷ്കരമാണ്. അപ്പോൾ ത്രിപുരസുന്ദരിയായിരിക്കുന്ന അമ്മയെ, ആ ത്രിപുരാന്തകന്റെ പട്ടമഹിഷിയായിരിക്കുന്ന അമ്മയെ ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ദുർലഭമാണ് എന്ന് ഈ പറഞ്ഞ 95, 96 ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരത്തെ. അപ്പോ സർവാഭീഷ്ടയായിരിക്കുന്ന അല്ലയോ അമ്മയെ നിന്തിരിവടിയോടെ ഭജിക്കുന്നയാള് സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് എന്ത് വിധിയോടും, വിധി എന്ന് പറഞ്ഞാൽ ആരെ? ബ്രഹ്മാവ്. പിന്നീട് ഹരിസപത്നോ എന്നാണ്. ഹരി എന്ന് സാക്ഷാൽ വിഷ്ണുവിനോടും സപത്നോ എന്നാണ്. സപത്നോ എന്ന് പറഞ്ഞാൽ ഒരു ഈർഷ്യയോടുകൂടി, ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും സപത്നഭാവത്തില് അവർക്ക് ഈർഷ്യ ഉളവാക്കിക്കൊണ്ട് അങ്ങനെ രതേ പാതിവ്രത്യം ശിഥിലയതി രമ്യേന വപുഷാം. രതേ പാതിവ്രത്യം. രതി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? കാമദേവന്റെ ഭാര്യയാണ്. അപ്പൊ ഏറ്റവും മോഹനമായിരിക്കുന്ന അല്ലെങ്കിൽ കാന്തിയോടുകൂടിയുള്ള ആകൃതിയും പുഷ്ടതയുമുള്ള ശരീരത്തോടു കൂടി ഉള്ള ആൾ ആരാണ്? സാക്ഷാൽ കാമദേവനാണ്. അങ്ങനെയുള്ള കാമദേവനെ നമ്മൾ പഠിച്ചു. രതിനയനലേഹ്യേന വപുഷ. സാക്ഷാൽ രതിദേവിക്ക് മാത്രമേ അനങ്കനാണ്, ശരീരമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷെ എന്നിട്ടും അത്ര മനോഹരമായിരിക്കുന്ന ആ വപുസ്, രതിനയനലേഹ്യേന വപുസ, തൻ്റെ ആ നയനങ്ങൾ കൊണ്ട് ഒരു ലേഹ്യം കഴിക്കുന്നത് പോലെ ആ ശരീരത്തെ, വപുസ്സിനെ നക്കി ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രതീദേവി, കാമദേവന് മാത്രം അടിമപ്പെട്ടിരിക്കുന്ന ആ രതീദേവിയുടെ എന്തു പറ്റുന്നു? പാതിവൃത്യം. മറ്റൊരാളെ ചിന്തിക്കുവാൻ രതീദേവിക്ക് സാധിക്കുകയില്ല. അത്ര യോഗ്യനായ ഒരു വ്യക്തിയാണ് കാമദേവൻ. പക്ഷെ എന്നാൽ പോലും എന്തു പറ്റുന്നു? രതേ പാതിവൃത്യം ശിഥിലയതി രമ്യേണ വപുഷാം. അങ്ങനെ കാമദേവനോടും മത്സരിക്കുന്ന ശരീരത്തോടു കൂടിയായിത്തീരുന്നു എന്നാണ്. ആര്? അമ്മേ ഭജനവാൻ എന്നാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചു അല്ലേ? നയനവിരസം നർമ്മസുജടം എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ള ആളുടെ കണ്ണിന് ഒന്നും ഇല്ലെങ്കിലും ഒരു ഉപാസകൻ എങ്ങനെ യോഗ്യനായിത്തീരുന്നു എന്നൊക്കെ നാം പഠിച്ചു. അപ്പൊ ഇവിടെ രതീദേവിയുടെ പാതിവൃത്തത്തെ ശിഥിലീകരിക്കുന്നു എന്നാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. രമ്യേണ വപുഷ, രമ്യമായ വപസ്സോടുകൂടി ആയിത്തീരുന്നു. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? രതീദേവി കാമദേവനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നീടോ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യതികരാം. ചിരഞ്ജീവന്നേവ, വളരെ കാലം ജീവിക്കുന്നു എന്നാണ്. എന്നിട്ട് എങ്ങനെയാണ്? ക്ഷപിത പശുപാശവ്യതികരാം. പശുപാശവ്യതികര എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പഠിച്ചു. പശുപാശ വിമോചന അല്ലേ? താപത്രയാഗ്നി സന്ദർഭ കാമസഞ്ജീവനൌഷധ എന്നൊക്കെ നാം പഠിച്ചു അല്ലേ? കാമസഞ്ജീവനൌഷധ. സഞ്ജീവന മന്ത്രം എന്തിനാണ്? വീണ്ടും പുനരുജ്ജീവിക്കുന്ന മന്ത്രമായിട്ട് സാക്ഷാൽ പരമശിവൻ രാക്ഷസൻ പറഞ്ഞു കൊടുത്തതാണ്. നമ്മൾ രാമായണത്തിലും സഞ്ജീവനിയെ കുറിച്ച് അറിയാം. പിന്നീടോ പശുപാശ വിമോചന. പശുപാശ വിമോചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ അജ്ഞാനത്തെ എല്ലാം തുടച്ചു നീറ്റി ഒരു ജനങ്ങളുടെ കർമ്മബദ്ധമായിരിക്കുന്ന ആ കെട്ടുകളെ എല്ലാം ഇല്ലാതാക്കുന്നതിനാണ് പശുപാശ വിമോചന. അപ്പോൾ ഈ സംസാര ലോകത്തെ സകല ദുഃഖങ്ങളും എന്താണ്? പശുപാശം എന്ന് പറയുമ്പോൾ കാമം, ക്രോധം, മോഹം, മതം, മത്സര്യം, ഇങ്ങനെയുള്ള ഇവയെല്ലാം തുടച്ചു നീക്കുകയാണ് ഒരു ദേവി ഉപാസകനിലൂടെ സാധിക്കുന്നതെന്നാണ്. അപ്പൊ ഈ പറയുന്ന പശുപാശങ്ങളെയെല്ലാം വിമോചനം ചെയ്തുകൊണ്ട്, അപ്പൊ കാമക്രോധ മോഹമത മത്സര്യങ്ങളെയെല്ലാം നശിപ്പിച്ചുകൊണ്ട് എന്താണ്? സാക്ഷാൽ ദേവി ഇദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു എന്നാണ്. ക്ഷപിത പശുപാശവ്യതികര
ചിരഞ്ജീവന്നേവാം. അങ്ങനെ ഉള്ള ഇവയെല്ലാം നശിപ്പിച്ചിട്ട് ദീർഘനാള് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ്. പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. പരാനന്ദാഭിഖ്യം, പരമമായ ആ ആനന്ദം എന്ന് പറയുന്ന ആ രസത്തെ രസയതി എന്നാണ്. രസയതി എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നു. അപ്പോൾ അല്ലയോ ഭഗവതി, അമ്മയെ ഭജിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും പൂർണ്ണമായ കടാക്ഷം ലഭിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും പതി എന്ന് പറയുന്ന സ്ഥാനം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ രണ്ട് ഭഗവതിമാരെപ്പോഴും ആരുടെ കൂട്ടത്തിലുണ്ട്? സാക്ഷാൽ പരാശക്തിയായിരിക്കുന്ന ആ ജഗത് ജനനിയായിരിക്കുന്ന ത്രിപുരസുന്ദരിയായിരിക്കുന്ന അമ്മയുടെ ഒപ്പം ലക്ഷ്മിയും സരസ്വതിയും എപ്പോഴും ഉണ്ട് എന്ന് ഇതിനു മുമ്പിലത്തെ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ രണ്ടുപേരും അവർക്ക് സ്വാധീനരാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെ പത്നിയാണ്, സരസ്വതി ബ്രഹ്മാവിൻ്റെയും. ഇവ രണ്ടും മറ്റൊരാൾക്ക് അധിപനായി വരിക, ഇതെല്ലാം ദേവിയെ ഉപാസിക്കുന്നയാൾക്ക് സരസ്വതിയെ ലഭിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്മിയെ ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവരെന്താണ്? വിധി ഹരി സപത്നോ. സപത്നോ, അവിടെ ഈർഷ്യ ആർക്ക്? വിധിക്കും ഹരിക്കും, വിഷ്ണുവിനും. ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, വിധി ഇവിടെ ബ്രഹ്മാവിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും എന്താവുന്നു? ഒരല്പം ഭക്തന്മാരോട്, ഈ ദേവി ഉപാസകന്മാരോട് ഒരല്പം ഈർഷ്യയുണ്ടാകുന്നു എന്നുള്ളതാണ്. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹര സപത്നോ വിഹരത്തെ. അപ്പൊ തങ്ങളുടെ പത്നിമാർ മറ്റൊരാളുടെ വലയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഈർഷ്യ. പക്ഷേ ഈ ഭക്തന്മാരുടെ മുമ്പിൽ ഇതൊന്നും ഒരു വിഷയമല്ല എന്നാണ്. ദേവി എല്ലാം ചോദിക്കുന്നതെല്ലാം നൽകും എന്നുള്ളതാണ്. അപ്പോൾ കാരണം ഇങ്ങനെയുള്ള ഒരു ദേവി ഉപാസകന് ശത്രുത്വം തോന്നുമാറ് വാഗ്ദേവി കടാക്ഷവും ധനധാന്യ സമൃദ്ധിയും എല്ലാം കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ അത് മാത്രമല്ല, രണ്ടാമത്തെ വരിയിൽ എന്താണ് പറഞ്ഞത്? രഥേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷ എന്നാണ്. അപ്പൊ തൻ്റെ ഭക്തന്മാർക്ക് അതീവമായ ദേഹസൗന്ദര്യം അല്ലെ കാന്തിയും സാക്ഷാൽ ഭഗവതി ആരും കാമിക്കുന്ന രീതിയിലുള്ള ശരീരകാന്തി നൽകുന്നു എന്നാണ്. അതാണ് രതീദേവി പോലും തൻ്റെ ആ പാതിവൃത്യം നഷ്ടപ്പെടുന്നു ശിഥിലമാക്കിക്കൊണ്ട് ആ ഭക്തനെ പ്രാപിക്കുന്ന രീതിയിലുള്ള ചിന്തയിലോട്ട് എത്തുന്നു എന്നാണ്. അപ്പം എന്താണ് ഈ ശ്ലോകത്തിൻ്റെ ഒരു അർത്ഥം എന്ന് വളരെ ചുരുങ്ങിയ ഒരു വാക്കുകളിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഭൗതികമായിരിക്കുന്ന സമ്പത്ത്, വാക്ക്, സൗന്ദര്യം, ഇവയെല്ലാം എന്താണ്? ചിരഞ്ജീവന്നേവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഭക്തന്, ഒരു ഉപാസകന് ജന്മം തീരുവോളം നൽകിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. കൂടാതെ ഈ ജന്മം കൊണ്ടോ ജന്മാന്തരങ്ങൾ കൊണ്ടോ എന്നാണ്, അല്ലേ? ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. അപ്പം ജന്മജന്മാന്തരങ്ങൾ, അതുകൊണ്ട് നമ്മൾ സുകൃതം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ജന്മജന്മാന്തരങ്ങളായിരിക്കുന്ന ദുഷ്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം മാറിയിട്ട് അതാണ് അനന്തപരമായിരിക്കുന്ന ജീവിതം. അപ്പം കർമ്മം കൊണ്ടോ കർമ്മം കൊണ്ടോ ജന്മാന്തരങ്ങളായിട്ടുള്ള സകല ദോഷങ്ങളും ആ ജീവാത്മാവ് സംഭരിച്ചു വെച്ചിരിക്കുന്ന ആ കർമ്മബന്ധങ്ങളിൽ നിന്നെല്ലാം മുക്തി, പൂർണ്ണമായ അദ്വൈത സിദ്ധാന്തമാണ് അപ്പോൾ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. ഫലശ്രുതിയിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആ കെട്ടുകൾ എല്ലാം ഇല്ലാതാക്കിയിട്ട് ആത്യന്തികമായിട്ട് പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. അങ്ങനെ അമ്മയെ ഭജിക്കുന്നവർക്ക് ആ പരമമായ അത്യധികമായ ആനന്ദം, മോക്ഷം ഈ ജന്മത്തിൽ തന്നെ പ്രദാനം ചെയ്യുന്നു. അപ്പം എന്താണ്? എല്ലാ പുരുഷാർത്ഥങ്ങളും ഏതാണ് പുരുഷാർത്ഥം? അർത്ഥം, കാമം, മോക്ഷം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, അല്ലേ? ധർമാർത്ഥ കാമങ്ങളായി പുരുഷാർത്ഥങ്ങൾ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇവയെല്ലാം തന്നെ ഈ ഒരു ജീവിതകാലത്ത് തന്നെ ഒരു ഉപാസകന് ലഭിക്കുന്നതായിട്ടാണ് ഈ ശ്ലോകത്തിലൂടെ വളരെ മനോഹരമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പുരുഷാർത്ഥങ്ങളും ഒരു ദേവീഭക്തന് കിട്ടുന്നു എന്നാണ്. മനുഷ്യൻ താപത്രയ സന്ദഗ്ധരാണ്. ഈ താപത്രയ അഗ്നിക്കായിട്ടുള്ള കാരണം പശുപാശങ്ങളാണ്. അതാണ് പശുപാശ വിമോചിന്യെന്ന് ലളിതാസഹസ്രനാമത്തിലും പറയുന്നു, ഇവിടെയും പറയുന്നത് അങ്ങനെ തന്നെയാണ്. എന്താണ്? ക്ഷപിത പശുപാശ വ്യതികര, എന്നിട്ടോ ചിരഞ്ജീവന്നേവ. അപ്പം ലൗകിക ബന്ധങ്ങളിൽ നിന്ന് എല്ലാം മുക്തനായിരിക്കും. അതുകൊണ്ട് ദുഃഖസ്പർശമില്ലാത്ത പരാനന്ദാഭിജ്ഞാം, ആ പരമമായ ആനന്ദം ദേവിയുടെ ഒരു ഉപാസകന് നമുക്ക് ലഭിക്കുന്നു എന്നാണ്.
ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ദേവീഭക്തന് സകലകലാവല്ലഭനായി സർവ ഐശ്വര്യ സമ്പന്നനുമായി തീരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഈ ഫലശ്രുതിയിലൂടെ പറഞ്ഞു തന്നിരിക്കുന്നത്. ചിന്തിച്ചു നോക്കാം, ഒന്നുകൂടെ വായിച്ചു നോക്കാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരതേ. ചൊല്ലിക്കോളൂ. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരതേ. രതേ പാതിവ്രത്യം ജലയതി രമ്യേണ വപുഷാ. ചിരഞ്ജീവന്നേവ ശപിത പശുപാശവ്യതികര. പരാനന്ദാഭിഖ്യം രസയതി രസം ജനവാൻ. നമുക്ക് ഒന്നുകൂടെ ചൊല്ലി നോക്കാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരസപത്നോ വിഹരതേ. പാതിവ്രത്യം വിലയതി രമ്യേണ വപുഷാ. ചിരഞ്ജീവന്നേവ ശപിത പശുവാശവ്യതികര. പരാനന്ദാഭിഖ്യം ഭയതി ഭജനവാൻ. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് തോന്നുന്നു. ത്വദ്ഭജനവാൻ, അമ്മയെ ഭജിക്കുന്നയാൾക്ക് സരസ്വത്യാ ലക്ഷ്മിയ, സരസ്വതിയോടും ലക്ഷ്മിയോടും ചേർന്ന് ഇരിക്കുന്ന വിധിഹരസപത്നാൻ. വിധി ബ്രഹ്മാവ്, ഹരി എന്ന് പറഞ്ഞാൽ വിഷ്ണു, സപത്നാൻ ഈർഷ്യ, അങ്ങനെയുള്ളയാള് പിന്നീടോ വിഹരതി വിഹരിക്കുന്നു എന്നുള്ളതാണ്. രതേപ അതിവൃത്യം രമ്യേണ വപുഷ, എന്നുവെച്ചാൽ നല്ല ശരീരത്തോടു കൂടി. രതേപ അതിവൃത്യം, രതിയുടെ ആ പാതിവൃത്യത്തെ പിന്നീട് ശിഥിലയതി, അതിനെ നശിപ്പിക്കുന്നു. ക്ഷപിത പശുപാശവ്യതികര, നമ്മുടെ കാമക്രോധ മോഹമത ആശ്ചര്യങ്ങളെല്ലാമായിട്ടാണ്. ദീർഘകാലം എങ്ങനെ ജീവിക്കണം? പരാനന്ദാഭിജ്ഞാം, പരമമായ പരമാത്മാനന്ദമായ രസത്തെ രസയതി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനാകുന്നു എന്നുള്ളതാണ് ഈ 99-ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി 100-ാമത്തെ ശ്ലോകത്തിലേക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ്. 100-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രദീപജ്വാലാഭിർ ദിവസകരനീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോപലജലവൈരർഘ്യരചനാ സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി സ്തവജനനി വാചാം സ്തുതിരിയം. അപ്പൊ ഭഗവത്പാദര് നോക്കൂ, എത്ര മനോഹരമായിട്ട് തൻ്റെ ഈ കൃതിയെ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നതിനെ അവലോകനം ചെയ്യുകയാണ്. ഇപ്പൊ ഇതിനകത്ത് അവലോകനം ചെയ്തുകൊണ്ട് ദേവിക്ക് സമർപ്പിക്കുകയാണ്. അപ്പൊ തൻ്റെ പരിശ്രമത്തെ അദ്ദേഹം എങ്ങനെയാണ് അവലോകനം ചെയ്തിരിക്കുന്നത് നോക്കൂ, ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ആ മഹാത്മ്യം. പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോപല ജലലവൈരർഘ്യരചന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി സ്തവജനനി വാചാം സ്തുതിരീയം. എന്താണ്? ഹേ വാചാം ജനനി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം. നോക്കൂ, വാചാം ജനനി, വാക്കുകൾക്ക് അമ്മയായിരിക്കുന്ന ജനനി എന്ന് പറഞ്ഞാൽ അമ്മ, വാചാം വാക്കുകൾക്ക്, ആ വാക്കുകളുടെ മാതാവായിരിക്കുന്ന ജഗജ്ജനനിയെ എങ്ങനെ? സ്വകീയാഭി,
സ്വകീയാഭി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മേ, സ്വകീയങ്ങളായ നിന്റേതു തന്നെയായിരിക്കുന്ന, അല്ലെ തൻ്റേതു തന്നെയായിരിക്കുന്ന, അല്ലെങ്കിൽ അമ്മയിൽ നിന്നും ലഭിച്ചിരിക്കുന്നതായിട്ട്. അപ്പൊ ഈ കാണുന്ന ബ്രഹ്മാണ്ടത്തിലോ പിണ്ടാണ്ടത്തിലോ ഒന്നും തന്നെ സാക്ഷാൽ മാതാവിൽ നിന്ന് നമ്മൾ പഠിച്ചു അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, ഇങ്ങനെയുള്ള അവതാരങ്ങളെ കുറിച്ചൊക്കെ നാം പഠിച്ചു. അപ്പോൾ പഞ്ചഭൂതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മഹാപണ്ഡിതരാണല്ലോ. അപ്പൊ സകല കാര്യങ്ങൾ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തിലും എല്ലാം എവിടുന്നാണ് കിട്ടിയിരിക്കുന്നത്? സ്വകീയൈ രംഭോഭി. അപ്പൊ എല്ലാം തന്നെ സ്വകീയമാണ്. സാക്ഷാൽ ഭഗവതിയുടേതായിട്ടുള്ള അല്ലാത്ത, ജഗജ്ജനനിയിൽ നിന്നും അല്ലാത്ത, ജഗജ്ജനനുടെ അംശമായിട്ടല്ലാത്ത ഒന്നും തന്നെ ഇല്ല. അപ്പൊ സ്വകീയങ്ങളായിട്ട് തൻ്റെതായ തന്നെ, അല്ലെങ്കിൽ അമ്മയുടേതായിട്ടുള്ള, എങ്ങനെ പ്രദീപജ്വാലാഭി, നമ്മൾ സൂര്യകോടി സമപ്രഭയായിരിക്കുന്ന സാക്ഷാൽ ഭഗവതിയുടെ ഒരു കിരണത്തിൽ നിന്നെടുത്ത് എന്താണ് പ്രദീപജ്വാലാഭി, നമ്മുടെ കൊടിവിളക്കിന്റെ അല്ലെങ്കിൽ കൈവിളക്കിന്റെ ജ്വാലയാക്കുന്നു, ഇല്ലേ? അപ്പൊ ഈ പറയുന്ന സൂര്യകോടി സമപ്രഭത്തിൽ നിന്നും എടുക്കുന്ന അത്ര തേജസ്സിൽ നിന്നും എടുത്തു ഒരു ജ്വാല, ആ ജ്വാല കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവധി. ദിവസകരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ആദിത്യൻ, ഇല്ലേ? ആദിത്യൻ ആരാണ്? അമ്മയുടെ കണ്ണാണ് എന്നൊക്കെ നാം ഇതിനു മുമ്പ് പഠിച്ചു. അപ്പൊ അമ്മയുടെ തന്നെ ഒരു അംശമായിരിക്കുന്ന ആദിത്യനെ, അതാണ് ദിവസകരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ദിവസകരനെ എന്ത് ചെയ്യുന്നു? നീരാജന വിധി പോലെ നാം നീരാഞ്ജനം ഒഴിയുന്നു എന്നാണ്. അത് എവിടുന്നാണ്? അമ്മയുടെ തന്നെ സ്വകീയമായിരിക്കുന്ന അമ്മ. അപ്പൊ അമ്മയുടെ സൂര്യകോടി സമപ്രഭയായിരിക്കുന്ന അമ്മയിൽ നിന്നും ഉണ്ടാകുന്ന രശ്മികളിൽ നിന്നും അതിൽ നിന്ന് ഒരു ജ്വാലയിൽ നിന്ന് കത്തിച്ചെടുത്തിരിക്കുന്ന ഒരു ചെറിയ വിളക്ക് കൊണ്ട് അമ്മയുടെ തന്നെ ഭാഗമായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ടത്തിന് മുഴുവൻ പ്രകാശം തുരിയുന്നതായിരിക്കുന്ന സൂര്യദേവനെ നാം നീരാഞ്ജനം ഒഴിയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? ഒരു ചെറിയ കിരണം അതിൽ നിന്ന് കത്തിച്ച് ആ തേജസ്സിനെ, മഹാതേജസ്സിനെ നാം നീരാഞ്ജനം ഒഴിയുകയാണ്. എന്തൊരു വിധി വൈപരീത്യം എന്ന രീതിയിലാണ്. അങ്ങനെയാണ് നാം ചെയ്യുന്നത്. പിന്നീടോ സുധാസൂദേശ്ചന്ദ്രോബല ജലലവൈരാഖ്യരചന. പിന്നീട് അത് മാത്രമല്ല, ചന്ദ്രോബല ജലലവൈ, ചന്ദ്രകാന്തക്കല്ലിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കുന്ന ജലകണികകളെ കൊണ്ട്. എന്താണ് ഈ ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് നമ്മൾ മഞ്ഞുറഞ്ഞ് രാത്രികാലങ്ങളിൽ, അപ്പോൾ സോമരസം എന്നൊക്കെ ഉണ്ട്. ആ സോമരസങ്ങൾ രാത്രികാലങ്ങളിൽ മഞ്ഞു വീഴുന്നു. ആ മഞ്ഞ് പിന്നീട് ജലമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള ആ ജലം എടുത്തുകൊണ്ട് എന്താട്ടാ? സുധാസൂദേശ്ചന്ദ്രോബല ജലലവൈരാഖ്യരചന. അപ്പൊ ചന്ദ്രോബല ജലലവൈ, ആ ചന്ദ്രകാന്തകളിൽ നിന്നും ഊർന്നു വരുന്നതായിരിക്കുന്ന ജലകണികകളെ കൊണ്ട് സുധാസൂതേ. ആരാണ് സുധാസൂതേ എന്ന് വിളിക്കുന്നത്? ആ സുധ എന്നാൽ അമൃത്. ആ അമൃതത്തിന് കാരകനായിരിക്കുന്ന സൂതേ, അതാരാണ്? ചന്ദ്രൻ. ആ അമൃതകാരകനായിരിക്കുന്ന ചന്ദ്രനെ എന്നാണ് സുധാസൂതേശ്ചന്ദ്രോ. അതിലെന്താണ്? അർഘ്യരചന. അർഘ്യം വെള്ളം അർപ്പിക്കുക. അപ്പൊ ഈ പറയുന്ന ആ ചന്ദ്രനിൽ നിന്നും, ചന്ദ്രകാന്ത കല്ലുകളിൽ നിന്നും ഉദ്ഭവിച്ചതായിരിക്കുന്ന ജലാംശങ്ങളെ എടുത്ത് അത് അരുവികളായിട്ട് വരുന്നു. ആ ജലം തന്നെ എടുത്ത് നമ്മൾ ചന്ദ്രന് വെള്ളം അർപ്പിക്കുകയാണ്. അവൻ അതും ദേവിയുടെ മറ്റൊരു കണ്ണാണ് എന്ന് പറഞ്ഞു. അപ്പൊ ദേവിയുടെ ഭാഗമായിരിക്കുന്ന ചന്ദ്രന്, ആ ചന്ദ്രനിൽ നിന്നും ഉത്ഭവിക്കുന്നതായിട്ടുള്ള വെള്ളമെടുത്ത് അർഘ്യരചന, ആ അർഘ്യത്തെ, അർഘ്യം എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കുകയാണ്. അർഘ്യവിധം പാദ്യവിധമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ചന്ദ്രന് നമ്മൾ അർഘ്യം അർപ്പിക്കുകയാണ്. പിന്നീടോ സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം. അതേപോലെ തന്നെ സ്വകീയൈ അംഭോഭി, അംഭോഭി എന്നാൽ ആ ജലം, സ്വകീയങ്ങളായിരിക്കുന്ന ജലങ്ങളിൽ തന്നോ. ഇവിടെ ആ സമുദ്രത്തിലെ ജലത്തെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സ്വകീയങ്ങളായ അമ്മയുടെ തന്നെയായ ജലങ്ങളാൽ സലിലനിധി സൗഹിത്യകരണം. സലിലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സമുദ്രത്തിന് സൗഹിത്യകരണം, തർപ്പണം. ആ വെള്ളം താഴേന്ന് കോരി സമുദ്രത്തിൽ നിന്ന് ഇറങ്ങി നിന്നുകൊണ്ട് സമുദ്രത്തിൽ നിന്ന് വെള്ളം ഓരി വീണ്ടും അങ്ങോട്ട് തന്നെ നമ്മൾ തർപ്പണം ചെയ്യുന്നു, ഇല്ലേ? അപ്പോൾ സൂര്യൻ്റെ ദേവിയിൽ നിന്നും ഉദ്ഭവിക്കുന്ന ശക്തമായ പ്രകാശത്തിൽ നിന്നും ആ അഗ്നിയിൽ നിന്നും ഒരു തിരി കത്തിച്ചുകൊണ്ട് നാം കൊടിവിളക്ക് കൊണ്ട് അല്ലെങ്കിൽ നീരാഞ്ജനം ഒഴിയുന്നുണ്ടല്ലോ. ആ നീരാഞ്ജനം സൂര്യനെ നീരാഞ്ജനം ഒഴിയുന്നു. അതുപോലെ തന്നെ ചന്ദ്രൻ ലേവലിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആ ചന്ദ്രകാന്തക്കല്ലിൽ നിന്നും ഉത്ഭവിച്ചിരിക്കുന്നതായിരിക്കുന്ന
ജലഗണങ്ങളെ എടുത്തുകൊണ്ട് സാക്ഷാൽ ചന്ദ്രന് തന്നെ നാം അമൃതവാഹിയായിരിക്കുന്ന ആ ചന്ദ്രന് തന്നെ നാം വീണ്ടും അർഘ്യമർപ്പിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ അംഭോപി സലില ആ സമുദ്രത്തിലെ സലിലനിധി സൗഹിത്യകരണം, സമുദ്രത്തിലുള്ള ആ വെള്ളത്തിനെ നാം കൈകൊണ്ടെടുത്ത് അവിടെ തന്നെ അർച്ചിക്കുന്നു, അവിടെ സമുദ്രത്തിൽ തന്നെ അർപ്പിക്കുന്നു, തർപ്പണം ചെയ്യുന്നു എന്നതുപോലെയും ത്വദീയാഭിർ അങ്ങനെ പോലെ. അപ്പം 3 കാര്യങ്ങളോടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തിനോടൊക്കെയാണ്? സൂര്യനിൽ നിന്ന് ദേവിയിൽ നിന്നും എടുത്തിരിക്കുന്ന അഗ്നി പ്രകാശം, അതിനെടുത്ത് വീണ്ടും സൂര്യനെ ആരാധിക്കുന്നു. ചന്ദ്രനിൽ നിന്നും ഉണ്ടാകുന്ന വെള്ളം എടുത്തുകൊണ്ട് വീണ്ടും ചന്ദ്രന് അർഘ്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് സമുദ്രത്തിൽ തന്നെ നാം തർപ്പണം നടത്തുന്നു. പിന്നീടോ അതേപോലെ തന്നെ അല്ലയോ അമ്മയിൽ നിന്നും എടുത്തിരിക്കുന്ന ത്വദീയ എന്നാണ്, അമ്മയിൽ നിന്നും എടുത്തിരിക്കുന്ന ത്വദീയാഭിർവാഗ്ഭി, ആ വാഗ്ഭി എന്നാൽ വാക്കുകൾ കൊണ്ട് അമ്മയുടെ നിന്നും ഉണ്ടായിരിക്കുന്ന എന്താണ്? ഇതിനു മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണ്? താമ്പൂലരസതാം കഥാദത്തേ വാണി മുഖകമല, താമ്പൂലരസതാം അങ്ങനെയുള്ള ആ വാണി അമ്മയിൽ നിന്നുമുള്ള തന്നെ ആ വാക്കുകളെ ഞാൻ എടുത്തുകൊണ്ട് തവ നെന്തിരുവടിയുടെ ജനനീ വാചാം സ്തുതിരീയം എന്നാണ്. ഇയം സ്തുതി, ഈ സ്തുതി രചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വാക്കുകൾക്ക് അമ്മയായിരിക്കുന്ന ജനനിയായിരിക്കുന്ന അലയോ ദേവി, സ്വകീയങ്ങളായ അമ്മയുടെ തന്നെ ആയിരിക്കുന്ന സ്വന്തമായിട്ടുള്ള പ്രദീപജ്വാലകളെ കൊണ്ട്, അതാണ് പ്രദീപജ്വാലാഭിർ, ആ ജ്വാലകളെ കൊണ്ട് ആദിത്യന് നീരാഞ്ജനം നടത്തുന്ന പോലെയും, അതുപോലെ തന്നെ ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് ഊറുന്ന ജലം കൊണ്ട് ചന്ദ്രന് അർഘ്യം അർപ്പിക്കുന്നത് പോലെയും, ആ സമുദ്രജലം എടുത്തുകൊണ്ട് സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്നത് പോലെയും അമ്മേ, ആ നെന്തിരുവടിയുടെ അമ്മയുടെ തന്നെ വാക്കുകൾ ഞാൻ എടുത്തുകൊണ്ട് അല്ലയോ അമ്മേ, ഈ സ്തുതി ഞാൻ രചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എൻ്റേതായ യാതൊരു കേമവും ഒന്നുമില്ല, എൻ്റെ ഒന്നും വാക്കുകളുടെ മുഴുവൻ ജനയത്രിയായിരിക്കുന്ന ഭഗവതി ഇതെല്ലാം അമ്മയുടെ തന്നെയാണ് എന്നാണ്. അപ്പം എൻ്റെ വാഗ്യാലങ്ങളെ കൊണ്ടുള്ള ഈ ഒരു സ്തുതി ഒരു പക്ഷേ എൻ്റേത് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു വിഡംബനമാകാം, അല്ലെങ്കിൽ ഒരു പരിഹാസമാകാം എന്ന രീതിയിലാണ്. ആദിത്യാത്മകമായി വിളങ്ങുന്ന അല്ലയോ അമ്മേ, ആ ഭഗവതിയുടെ അഗ്നസ്ഫുലിംഗങ്ങളെ എടുത്തുകൊണ്ട് ആദിത്യന് നീരാഞ്ജനം ചെയ്യുന്നു. അത് ചന്ദ്രകാന്തക്കല്ലിൽ നിന്നുണ്ടാകുന്ന അമ്മയുടെ തന്നെയുള്ള ആ ചന്ദ്രകാന്തക്കല്ലിൽ നിന്നുണ്ടാകുന്ന എടുത്ത് ചന്ദ്രന് അർഘ്യം നൽകുന്നു. അമ്മയുടെ തന്നെ അംഭോപി എന്ന് പറഞ്ഞു, സ്വകീയൈരംഭോപി, ആ ജലത്തിൽ നിന്ന് അങ്ങോട്ട് തന്നെ തർപ്പണം ചെയ്യുന്നു. ഇല്ലേ, എന്തൊരു വിധിവൈപരീത്യം! ഇതെല്ലാം അമ്മയുടേതാണ്, എൻ്റേതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ എത്ര നിസ്സാരമാണ് ഞാൻ, വളരെ തുച്ഛനാണ് എല്ലാം അമ്മയിൽ നിന്നും എടുത്ത ആ വാക്കുകളാൽ അമ്മയ്ക്ക് ഞാൻ സ്തുതി അർപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ശങ്കരാചാര്യസ്വാമികൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ ഭഗവത്പാദര് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോപലജലവൈരർഘ്യരചനാം സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി സ്തവ ജനനി വാചാം സ്തുതിരിയം. അപ്പോൾ ഭഗവത്പാദര് വളരെ വിനയാന്വിതനായിട്ട് താൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കൃതിയിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർമ്മത്തിൽ വലിയ മേന്മയൊന്നുമില്ല, എനിക്ക് അവകാശവാദം ഉന്നയിക്കുവാൻ ഒന്നും തന്നെ ഇല്ല, അമ്മയിൽ നിന്നും എടുത്തുകൊണ്ട് ഞാൻ അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു, ഞാൻ തന്നെ സ്തുതിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രകാശത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെ ഘടകമായ ഭൂതങ്ങളുടെയും എല്ലാം വൈഖരീയാണ്, ശബ്ദമായിട്ടാണ്. അങ്ങനെ വൈഖരീരൂപമായിട്ട് ആ ഭാഷാരൂപത്തിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിച്ചു എന്ന് മാത്രം. അത് അമ്മ തന്നെയാണ്. അപ്പോൾ ഇവിടെ ലോകജനനിയായ പരാശക്തി തന്നെയാണ് എല്ലാത്തിനും കാരണഭൂത. അപ്പോൾ എന്താണ് മറ്റൊന്ന് നാം ചിന്തിക്കേണ്ടത്? ഇവിടെ എൻ്റെ ചിന്തയിൽ വരുന്നത് എന്താ വെച്ചാൽ, ഒരു ഉപാസകനും ഒന്ന് നോക്കിക്കോണം. ഒരു ഉപാസകന് അതേപോലെ തന്നെ ഉപാസനാ ചൈതന്യം, നമ്മൾ പറഞ്ഞല്ലോ ദേവി അകത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഉപാസകനും ഉപാസനാ ചൈതന്യവും അതുപോലെ തന്നെ ഉപാസനയ്ക്കുള്ള ഉപകരണങ്ങളും ഉപാസന സമ്പ്രദായങ്ങളും
ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവയെല്ലാം തന്നെ എല്ലാം ഒന്ന് തന്നെയാണ് എന്നല്ലേ പറഞ്ഞു വന്നിരിക്കുന്നത്. മാധവേട്ടൻ അറിയാൻ കുറച്ചുകൂടെ ശ്ലോകം മനസ്സിലാവുമല്ലോ. അപ്പോ ഒരു ഉപാസകനും ഉപാസന ചൈതന്യവും ഉപാസനയ്ക്കുള്ള ഉപകരണങ്ങളും ഉപാസനാ സമ്പ്രദായങ്ങളും എല്ലാം തന്നെ ഒന്ന് തന്നെയാണ്. അത് തന്നെയല്ലേ അദ്വൈതജ്ഞാനം. ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെ 100-ാമത്തെ ശ്ലോകത്തിൽ അദ്വൈതജ്ഞാനം പൂർണ്ണമായി പറഞ്ഞു തന്നു. വിളംബരം ചെയ്തുകൊണ്ടാണ് ഈ സ്തോത്രം അദ്ദേഹം ഉപസംഹരിക്കുന്നത് എന്നുള്ളതാണ്. ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അർത്ഥം മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി. ചൊല്ലിക്കോളൂ. പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി സുധാസൂദേശ്ചന്ദ്രോബല ജലലവൈരജന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം സ്വദീയാഭിർവാഗ്ഭി തവ ജനനി വാചാം സ്തുതിരിയം പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി സുധാസൂദേശ്ചന്ദ്രോബലജലവൈരർഘ്യരജന സ്വകീയൈരംഭോഭി സലിലനിധി സൗഹിത്യകരണം ഉദീയാഭിർവാഗ്ഭി തവ ജനനി വാചാം സ്തുതിരിയം അതാണ് ഒരു ദേവിയെ ആരാധിക്കണമെങ്കിൽ ദ്രവ്യങ്ങളോ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ എന്തൊക്കെ തന്നെ ഉപയോഗിച്ചാലും, അതാണ് ഞാൻ ഉപാസകനും ഉപാസനാ ചൈതന്യം എന്നൊക്കെ പറഞ്ഞത്. ഇവയെല്ലാം തന്നെ ആ പരമമായ ചൈതന്യത്തിന്റെ ഭാഗമാണ്. പുറത്തു നിന്ന് ഉപാസകന്റേതായിട്ട് ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല, അല്ലെങ്കിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കാരണഭൂതയായിരിക്കുന്ന സാക്ഷാത് പ്രപഞ്ചശക്തിയായിരിക്കുന്ന ഇച്ഛാശക്തി ക്രിയാശക്തി, ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബയാണ് എന്നാണ്. അപ്പം അത്ര മനോഹരമായിട്ടാണ് ഈ അദ്വൈത സിദ്ധാന്തം ശങ്കരാചാര്യസ്വാമികൾ ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഉപാസകനിൽ നിന്നും ഭിന്നനല്ല ആര്? ശിവശക്തിയുക്തോ യദി ഭവതി ശക്തപ്രഭവിതം നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി തസ്ത്വാമാരാധ്യാം ഹരിഹരവിരിഞ്ചാദിഭിരവി പ്രണന്തും സ്തോതും വാ കഥമപി അകൃതി പുണ്യപ്രഭവതി. അപ്പോ ഈ അവസാനത്തെ ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകം നന്നായിട്ട് മനസ്സിലാവും, ഇല്ലേ? അപ്പൊ ശങ്കരാചാര്യ സമർപ്പിച്ചപ്പോഴാണ് മൂകനായ വളരെ മന്ദബുദ്ധികളായ നമുക്ക് ഇതൊക്കെ സമർപ്പിക്കുന്നത് വരെ നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇപ്പോഴെന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റി എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഏതായാലും ഇത് ഞാൻ സമർപ്പിക്കാം. സത്യത്തിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ഒരു വാക്ക്, ഇതിനോട് അത്യധികമായ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഭാഗമായ അതിൻ്റെ തുടക്കക്കാരിൽ ഒരാളായ സ്ഥാപക വ്യക്തികളിൽ ഒരാളായ എനിക്കും, പക്ഷെ ഇതിലെല്ലാം ഉപരി ജ്യോതിഷന്റെ പ്രചോദനമാണ് ഇതെനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ജ്യോതിഷം ഒരു ദിവസം വിളിച്ചു, ചേട്ടാ നമുക്ക് ചെയ്യണം, ആരെ കൊണ്ട് ചെയ്യിക്കും, ഇത് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു, ജ്യോതിഷം ഇതിപ്പോൾ പണ്ഡിതന്മാരാരെങ്കിലും വേണ്ടേ? പിന്നെ എൻ്റെ മുമ്പിൽ ആരും കാണുന്നില്ലല്ലോ ജ്യോതിഷം, ഇനിയിപ്പോൾ ഞാൻ ചേട്ടൻ മതി, അത് മതി മതി മതി. നമ്മൾ അങ്ങനല്ല, ആരെങ്കിലും നമുക്ക് അറിവുള്ളവർ വേണ്ടേ നന്നായിട്ട്. അല്ലല്ല ഇത് മതി, ഇനി മറ്റൊന്നും ചിന്തിക്കാനില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു, ദേ നമ്മൾ തുടങ്ങുന്നു. പിന്നെ എന്നെ കൊണ്ടൊന്നും പറയാനും തീരുമാനിച്ചു, കട്ട് ചെയ്തു ഫോൺ, പിന്നെ ഒന്നും പറയണ്ട ഞാൻ. എന്നിട്ട് ഞങ്ങളുടെ സ്ഥാപക വ്യക്തികളുടെ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ തീരുമാനിച്ചു. പിന്നെ ഒന്നും നിർബന്ധമില്ല, എക്സിക്യൂട്ടീവ് തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ അങ്ങ് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സശ്രദ്ധം ശ്രദ്ധിച്ച്
അർത്ഥം മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിച്ചു നിങ്ങളെല്ലാവരും എന്നുള്ളതും എനിക്ക് കിട്ടിയ ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ്, അനുഭൂതിയാണ്. ജ്യോതിഷ് ആദ്യം തന്നെ പറഞ്ഞ പോലെ സൗന്ദര്യലഹരിയുടെ ആദ്യത്തെ ക്ലാസ് പോലെ ഇത് പണ്ട് വായിക്കുമ്പോഴോ ചിന്തിക്കുമ്പോഴോ ഒന്നും ഇത്രയധികം സുഖം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു അനുഭൂതി. പക്ഷേ ഈ കൃതിയെ ഇങ്ങനെ അർത്ഥം അറിഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച എൻ്റെ ഈ സാഹസം ഉണ്ടല്ലോ, ഇത് സാഹസം എന്നേ പറയാൻ പറ്റൂ. കാരണം എനിക്ക് അത്ര ഗംഭീരമായിട്ട് പഠിപ്പിക്കാനൊന്നും അറിയില്ല. ഈ ഒരു സാഹസത്തിന് മുതൽക്കൂട്ടായിരിക്കുന്ന ജ്യോതിഷം നിങ്ങളേവരും പിന്നീട് ശങ്കരാഭിന്നയായിരിക്കുന്ന ജഗജ്ജനനിയായിരിക്കുന്ന സാക്ഷാൽ ത്രിപുരാംബകയായിരിക്കുന്ന ആ അമ്മയും എല്ലാവരും കൂടെ ആ മാതൃവാത്സല്യത്തോടെ ഇത് ഏറ്റെടുക്കും, ആശീർവദിക്കും, അല്ലെങ്കിൽ അനുമോദിക്കും എന്നൊക്കെ വിശ്വാസത്തോടുകൂടി ഞാൻ ആ പാതാരവിന്ദങ്ങളിൽ, ജഗജ്ജനനിയുടെ പാതാരവിന്ദങ്ങളിൽ സന്തോഷത്തോടുകൂടി സമർപ്പിക്കുകയാണ്. ഓം ശ്രീവിദ്യായേ നമഃ. ഓം ശാശ്വത ഐശ്വര്യായേ നമഃ. ഓം അവ്യാജ കരുണാമൂർത്തേ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ജയശങ്കര ജയശങ്കര. എന്തെന്നില്ലാത്ത ആനന്ദമാണ് ഞാൻ അനുഭവിക്കുന്നത്. ജയശങ്കര. എല്ലാവരും സമർപ്പിച്ചിരിക്കുന്നു. ഇനി ചൊല്ലുന്നവർ ഒന്ന് ചൊല്ലി നോക്കാം. 3 ശ്ലോകങ്ങൾ അവസാനമുള്ളത്. എന്നിട്ട് പിന്നെ റിവിഷൻ്റെ കാര്യമൊക്കെ ജ്യോതിഷം തീരുമാനിച്ചോണ്ടേ. 91 ആരാന്ന് വെച്ചാൽ ആദ്യം ചൊല്ലിക്കോട്ടെ. 98, 99, 100 3 ശ്ലോകങ്ങളുണ്ട് ഇന്ന്. അതൊന്ന് ചൊല്ലിക്കോട്ടെ. ചൊല്ലാൻ താല്പര്യമുള്ളവർക്ക് ചൊല്ലാം. ശങ്കര ഞാൻ ചൊല്ലാം. തുടങ്ങിക്കോട്ടെ. കഥാകാലേ മാതാ കഥയ കലിതാലക്തകലസം പിബേയം വിദ്യാർത്ഥി തവ ചരണനിർണേജനജലം പ്രകൃത്യാമൂഗാനാമപി ച കവിതാകാരണതയാ കഥാധത്തെ വാണീമുഖകമലതാംബൂലരസതാം. അടുത്തത് ഞാൻ ചൊല്ലാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരത്തെ രതേ പാതിവ്രത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിതപശുപാശവ്യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. ഞാൻ ജപിക്കാം. പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോബലജലല വൈരർഘ്യരജനാ സ്വകീയൈരംഭോഭി സലിലനിധി സൗഭേദ്യകരണം ത്വദീയാഭിർവാഗ്ഭിസ്തവ ജനനി വാചാം സ്തുതിരിയം. ജയശങ്കര. മാധവേട്ടൻ 3 ശ്ലോകങ്ങളൊന്ന് ചൊല്ലിക്കോട്ടെ. മാധവേട്ട. ജയശങ്കര. കഥാകാലേ മാത കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണനിർണേജനജലം പ്രകൃത്യാമൂഗാനാമപി ച കവിതാകാരണതയാ കഥാധത്തെ വാണീ മുഖകമലതാംബൂലരസതാം. സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരിസപത്നോ വിഹരത്തെ രതേ പാതിവ്രത്യം ശിഥിലയതിരമ്യേണ വപുഷാ ചിരഞ്ജീവന്നേവ ക്ഷപിതപശുപാശം യതികര പരാനന്ദാഭിഖ്യം രസയതി രസം ത്വദ്ഭജനവാൻ. പ്രദീപജ്വാലാഭിർദിവസകരനീരാജനവിധി സുധാസൂതേശ്ചന്ദ്രോപലജലലവൈഃ അർഘ്യരചനാ സ്വകീയൈരംഭോഭിഃ സലിലനിധി സൗഹിത്യകരണം
തുതീയാഭിർവാഗ്ഭിസ്തവ ജനനിവാചാം സ്തുതിരിയം. അമ്മേ ജഗദംബികേ. വാമനേട്ടാ മ്യൂട്ടാണ്, വാമനേട്ടൻ മ്യൂട്ടാട്ടോ. ജയശങ്കര, ജയശങ്കര. സത്യം പറഞ്ഞാല് വളരെ 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 സന്തോഷവും അഭിമാനവും തോന്നുന്നു. നമുക്ക് ജ്യോതിഷിയായാലും ജഗഷിയായാലും സുരേഷേട്ടനായാലും ഒക്കെ വളരെ വളരെ ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വലിയ ഒരു നല്ല സന്മുഹൂർത്തത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിലും ഇപ്പൊ പറയുന്നതല്ലേ, എന്താ അമ്മയുടെ സരസ്വതി ദേവിയും അതുപോലെ മഹാലക്ഷ്മിയും അതുപോലെ സാഹിത്യവും എന്താ സംഗീതവും ഒക്കെ അമ്മയുടെ വരദാനങ്ങളാണെന്ന് പറയുമ്പോഴും അതൊക്കെ ഒരുമിച്ച് അഭിനയിക്കാൻ കഴിയുന്ന, അനുഭവിക്കാൻ കഴിയുന്ന ജഗഷിയെ പോലുള്ള ഒരു യുവാവെന്ന് തന്നെ പറഞ്ഞു കൊല്ലട്ടെ, ഇങ്ങനെ ഒരു സംരംഭത്തെ മുറ്റുകയും വലിയ എന്താ പാണ്ഡിത്യത്തിന്റെ ഗർവം എന്നുള്ളതല്ല, അത് കഴിയുന്നത്ര മനസ്സിലാക്കി ചർച്ചയോടുകൂടി. സത്യം പറഞ്ഞാൽ ഈ ക്ലാസ്സിൽ പലപ്പോൾ ഓടിച്ചേർന്ന് കയറി കഴിയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കഥ പറഞ്ഞു വരുന്ന പോലെ നമുക്ക് അതിലേക്ക് നമുക്ക് പറഞ്ഞു ഒരാൾ പറഞ്ഞു തരും, ഒരാൾ പറഞ്ഞു ഒരു വലിയ ആചാര്യമൊന്നും പഠിപ്പിക്കുന്നവരല്ല, ഒരാൾ പറഞ്ഞു തരുന്ന പോലെ ഇനി ചോദിച്ചും പറഞ്ഞു നോക്കി. ഇത് വളരെ മനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാവണം. നമുക്കെപ്പോഴും പറയും എന്താ ഇപ്പൊ ഈയിടയ്ക്ക് ലേറ്റസ്റ്റ് പറയും, അതായത് നമ്മുടെ ശിവശക്തി സംയുക്തമാണ് ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന ക്ഷീരപഥത്തിൽ 1200 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാലക്സി ഉണ്ടായെന്ന് പറയും. ഈ ഗാലക്സി കാണുന്ന ഗാലക്സി ഓട്ടെ, നമുക്ക് സമയമില്ല, അതുകൊണ്ട് പിന്നെ പറഞ്ഞുകൊള്ളാം. പറഞ്ഞു വന്ന ശിവന്റെയും ശക്തിയുടെയും നമ്മൾ തുടങ്ങുന്നങ്ങനെ അല്ലേ, ശിവനും ശക്തിയും ചേർന്നാണ് ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഉണ്ടാകുന്നതെന്നും അതുപോലെ തവാജ്ഞാചക്രസ്ഥം തപന ശശികോടിദ്യുതിധരം പരം ശംഭം വന്ദേ പരിമിലിത പാർശ്വം പരിചിത എന്ന സൗന്ദര്യരഹലിയിൽ തന്നെ നമ്മൾ പഠിച്ചു അല്ലയോ പരമേശ്വരി ദേവി, നിന്തിരിവടിയുടെ ആജ്ഞാചക്രത്തിൽ വസിക്കുന്നവൻ കോടിക്കണക്കിന് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തെ ധരിക്കുന്നവനുമായ മഹാദേവനെ, ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വാഗ്ദേവിയുടെ അനുഗ്രഹം ഇനിയും ഉണ്ടാവട്ടെ എന്നും ഇനിയും ഇതുപോലെ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യാൻ ജയക്ഷിക്കും കേൾക്കാൻ നമുക്ക് എപ്പോഴും പറഞ്ഞ പോലെ ഭദ്രം കർണേയാമദേവ ഭദ്രം പശ്യേമാക്ഷത്ര ശ്രീരംഗം സ്വസ്ഥനോഷം ദേവഹിതം. ഇനി നല്ല കാര്യം കേൾക്കാനും കാണാനും പറയാനും ചെയ്യാനും അനുഗ്രഹം ഉണ്ടാകട്ടെ. ജയശങ്കര, ജയശങ്കര. ഇനി ആരെങ്കിലും അത് വായിക്കുന്നോ? ശ്ലോകങ്ങൾ 98, 99, 100 ചൊല്ലാൻ താല്പര്യമുള്ളവർ ചൊല്ലിയാൽ. കാരണം ഇന്നത്തോടുകൂടി ക്ലാസ് സമാപിച്ചു, പിന്നീട് റിവിഷനാണ്, പിന്നെ ചൊല്ലിപ്പിക്കും. അങ്ങനെ ഒരു അവസ്ഥ ജ്യോതിഷം എടുക്കും. അപ്പൊ ഇന്ന് ചൊല്ലാൻ ഒരു ഫ്രീഡം ഉണ്ട്. ജയശങ്കര, ഞാനൊരു ഇതിൽ ഇപ്പൊ ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്, ഞാൻ വായിക്കാമോ? പിന്നെന്താ, വായിച്ചോണ്ടേ. തീർച്ചയായും. ജയശങ്കര. കഥാകാലേ കഥയ കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേതനതലം പ്രകൃത്യാമൂകാനാം അപി ച കവിതാ കാരണജയാ കഥാ ധത്തെ വാണി കമലതാംബൂലരസതാ സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നോ വിഹരദേ രദേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവൻ ചപിത പശുപാശവരികരഃ പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ പ്രജീവജ്വാലാഭി ദിവസകരനീരാജനവിധി സുധാസൂദേ ചന്ദ്രോ ബലജനരചനാ സ്വകീയൈരംഭോവി സലിലനിധി സൗഖ്യകരണം തുദീയാഭിർവാഗ്ഭി തവ ജനനിവാചാം തുതിരിയം. ജയശങ്കര. ജയശങ്കര. ഇനി ആരെങ്കിലും ശ്രമമുണ്ടോ? സുരേഷ് ഏട്ടൻ, അഭിലാഷ്, ജ്യോതിഷ്, മഹത് വ്യക്തികളുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. ഉണ്ണികൃഷ്ണൻ സാറ് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ. കഥാകാലേ മാത കഥയ കലിതാലക്തകരസം
തരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജന ജലം പ്രകൃത്യാമൂകാനാമപി ച കവിതാ കാരണതയാ കദാധത്തെ വാണീമുഖ കമലതാംബൂലരസതാം സരസ്വത്യാ ലക്ഷ്മ്യാ വിധിഹരി സപത്നോ വിഹരതേ രതേ പാതിവ്രത്യം ശിഥിലയതി രമ്യേണ വപുഷാ ചിരം ജീവന്നേവ ക്ഷപിത പശുപാശവ്യധികര ആഭിക്യം രസയതി രസം തദ്ഭജനവാൻ. പ്രദീപജ്വാലാഭിർ ദിവസകര നീരാജന വിധി സുധാസൂദേശ്ചന്ദ്രോപല ജലല വൈരർഘ്യരചന സ്വകീയൈരംഭോഭി സലില നിധി സൗഹിത്യകരണം ത്വദീയാഭിർവാക്പിസ്തവ ജനനി വാചാം സ്തുതിരിയം. ജയശങ്കര. ജയശങ്കര. ചൊല്ലാൻ നോക്കുന്നോ? ഇല്ലെങ്കിൽ ജ്യോതിഷ സുരേഷ് ചേട്ടനുണ്ടോ? ജ്യോതിഷേ ചക്കാണ്. എന്താ ഞാൻ ആലോചിക്കുകയായിരുന്നു കഴിഞ്ഞ സുരേഷ് ചേട്ടാ, ജ്യോതിഷ നിങ്ങൾ ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ആരെങ്കിലും ചൊല്ലാനുണ്ടെങ്കിൽ ആവാം, ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇല്ല, ഞാനിത് കേട്ട് അനുഗ്രഹം നേടിയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇപ്പൊ ചൊല്ലുന്നില്ല. എന്തായാലും കഴിഞ്ഞ 47 ക്ലാസ്സുകളിലായി 1.5 വർഷക്കാലം കൊണ്ട് സൗന്ദര്യലഹരി ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. പക്ഷേ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു ലഹരി നമ്മുടെ ആദിശങ്കര കുടുംബാംഗങ്ങൾക്ക് എന്താ പറയുക, ഒരു ഭക്തി ലഹരി വരുത്തുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയം പറയാം. നമ്മുടെ ആദിശങ്കര ഫൗണ്ടേഷന്റെ എല്ലാ പരിപാടികളും ഒരു വിഘ്നവും കൂടാതെ എല്ലാ പരിപാടിയും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്വൈത ലഹരി 36 എപ്പിസോഡുകളായി 3 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞ മാസം കൊണ്ട്. ഒരു ഓൺലൈൻ പരിപാടി 3 വർഷമൊക്കെ പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ വലിയൊരു മഹത്തരം. അത് ആചാര്യസ്വാമികളുടെ കൃപയെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെയാണ് ദിഗ്വിജയം എന്നുള്ള പരിപാടി 20 സെഷനായി അത് അഭംഗുരം തുടരുന്നു. അഹം ബ്രഹ്മാസ്മി ഇന്ന് 47 സെഷനായിട്ട് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പരിപാടികളും ഇതേപോലെ തന്നെ. അതുപോലെ നമ്മുടെ ആത്മാനം യാത്ര, കഴിഞ്ഞ യാത്ര നമുക്ക് സുഹൃത്തുക്കളായ അനവധി ആൾക്കാരെ കൊണ്ട് നമുക്ക് കാശിയിലും അതേപോലെ അയോധ്യയിലും ഒക്കെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. ഒരു എന്താ പറയുക, ചെറിയൊരു തടസ്സം പോലും ഉണ്ടാകാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് അതെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ ആചാര്യസ്വാമികളുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാം. എനിക്കിവിടെ ഇന്ന് കൂടിയിരിക്കുന്ന എല്ലാവരോടുള്ള ഒരു അപേക്ഷ, നമുക്ക് ഈ ഒരു അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഈ പരിപാടി തുടർന്നുകൊണ്ട്, അതായത് നമുക്കൊരു ബ്രേക്ക് ഇല്ലാതെ ഇത് അഭംഗുരം തുടരട്ടെ. അപ്പൊ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ചൊവ്വാഴ്ചകളും രാത്രി 8 മണി തൊട്ട് 9 മണി വരെയാണ് നമ്മുടെ ഈ പരിപാടി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇതിന്റെ റിവിഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്പൊ അത് കഴിയുന്നതോടുകൂടി തന്നെ ഇന്ന് ഇതിന്റെ സ്ഥിരം വിദ്യാർത്ഥികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സൗന്ദര്യലഹരി ശ്ലോകങ്ങൾ മുഴുവൻ പഠിക്കുവാനും അത് അർത്ഥമറിഞ്ഞ് പഠിക്കുവാനും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ഞാൻ ഓരോരുത്തരെയായിട്ട് ഞാൻ ഈ ഒരു ഇതിൽ ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നത് കൊണ്ട് ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുകയാണ്. ഈ കഴിഞ്ഞ 47 സെഷനിലായിട്ടുള്ള ഈ പരിപാടി എത്രയും പെട്ടെന്ന് ഓരോരുത്തർക്ക് ഒരു 10 സെക്കൻഡ് സമയം ഈ പരിപാടിയെക്കുറിച്ചൊന്ന് സംസാരിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള സുരേഷ് ചേട്ടനെ ഞാൻ ആദ്യമായി ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ജയശങ്കർ. നമസ്കാരം. ജ്യോതിഷ പറയുന്ന ഇടയ്ക്ക് കട്ടാവുന്നതുകൊണ്ട് എൻ്റെ പേര് തന്നെയാണ് വിളിച്ചതെന്നുള്ള ധാരണയിൽ ഞാൻ സംസാരിക്കുകയാണ്. എന്തായാലും ഈ 47 ക്ലാസ്സുകൾ അത് വളരെ ഭംഗിയായിട്ട് 100 ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥം പറഞ്ഞ് നമുക്ക് വളരെ വ്യക്തവും വിശദവുമായി തന്നെ
അതും വളരെ ലളിതമായ ഭാഷയിൽ നമുക്ക് പറഞ്ഞു തന്നത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കറിയാം, ഈ ഫൗണ്ടേഷന്റെ തുടക്കം മുതൽ ഇന്ന് വരെ എന്താ പറയുക, ഒരേ മനസ്സോടുകൂടി പോകുന്ന ഞങ്ങൾക്ക് ഊർജം പകർന്നുകൊണ്ട് തന്നെയാണ് ജയകൃഷ്ണൻജിയും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷം അതുപോലെ തന്നെ ഈ ചെറിയ തോതിലെങ്കിൽ ഞാനും ഒക്കെ ഇതുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ഒരാൾ ഇതൊക്കെ പറഞ്ഞു തരാനും ഇതിന്റെയൊക്കെ അർത്ഥം പറഞ്ഞു തരാനും ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ക്ലാസ്സിൽ തുടക്കം മുതൽ കാണുന്ന പല മുഖങ്ങളും ഇന്നും ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും അവരൊക്കെ വളരെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്നത് എന്നതും വളരെ സന്തോഷം നൽകുന്നു. എന്തായാലും ഞാൻ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം നമ്മുടെ ഗുരുജി ശ്രീ ജയകൃഷ്ണൻജിക്ക് സാദരം പ്രണാമം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം സുരേഷ് ചേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് തുടങ്ങിയത് മുതൽ ഒരു ക്ലാസ് പോലും ആബ്സെന്റ് ആവാതെ എല്ലാ ക്ലാസ്സുകളിലും പങ്കെടുത്തൊരു 3-4 വിദ്യാർത്ഥികളുണ്ട് ഇവിടെ. അത് ജയേട്ടന്റെ അമ്മ ഉൾപ്പെടെ ഉള്ളവരാണ്. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ഞാനിപ്പോ മുഖം കാണുന്നത് ഇവിടെ സരസ്വതി ഏട്ടത്തിയാണ്. സരസ്വതി ഏട്ടത്തി ആ ക്ലാസ് തുടങ്ങുന്നത് 10 മിനിറ്റ് മുമ്പായിട്ടാണെങ്കിലും ഇവിടെ സന്നിഹിതയായിരിക്കും. തീർച്ചയായിട്ടും നമുക്കൊക്കെ പ്രചോദനമാണ് സരസ്വതി ഏട്ടത്തി. ഞാൻ സരസ്വതി ഏട്ടത്തിയെ വളരെ ആദരവോടും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര. ഞാന് എങ്ങനെ ഇത് പറയണമെന്ന് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അതായത് ഇദ്ദേഹത്തിന്റെ പിതാവ് ശങ്കരൻ ചേട്ടൻ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ഒരു കാലടി കോളേജിലെ ഒരു പ്രൊഫസർ കൃഷ്ണദാസ് ഈയിടെ ഇവിടെ വന്നപ്പോ എന്നോട് പറയുക, അദ്ദേഹത്തിന്റെ ക്ലാസ് ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മളത് മറക്കത്തില്ല. ഒരു ക്ലാസ് മതി സാറിന്റെ എന്ന് പറഞ്ഞ പോലെ ഇത്രയും ദിവസം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛന്റെ അതേ പാത പിന്തുടരുന്ന ഒരു മകൻ. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും പല പ്രാവശ്യം അതിനെപ്പറ്റി വിശദീകരിച്ച് നമുക്ക് ഇത്രയും ദിവസം ശരിക്കു പറഞ്ഞാൽ ഇന്ന് എനിക്ക് മനസ്സിന് വിഷമമോ. കാരണം നാളെ മുതൽ ഇത് കേൾക്കാൻ എങ്ങനാ, റിവിഷൻ ഉണ്ടെന്ന് പറഞ്ഞു എങ്കിൽ തന്നെയും ആ ഭഗവതിയുടെ ആ നാമം ഇത്രയും ദിവസം അങ്ങയുടെ നാവിൽ നിന്ന് തന്നെ ഉതിർന്നു വന്ന മലരുകളായിട്ടാണ് ഞങ്ങൾ ഏവരും കാണുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ആ ശങ്കരൻ ചേട്ടനെ കൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ അങ്ങേക്ക് വളരെയധികം സന്തോഷമായിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധ സാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഗുരുത്വമുള്ളവർക്കാണ് ലോകത്ത് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. ഗുരുത്വം ഉണ്ടെങ്കിലേ എന്ത് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിന് എന്നും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ജയേട്ടന്റെ അമ്മ. വളരെ ഭക്തിയാദരപൂർവ്വം ഞാൻ അമ്മയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സിനെ കുറിച്ച് തുടക്കത്തിൽ ഞാൻ ചോദിച്ചിരുന്നു, അമ്മയോട് ഒരിക്കൽ ചോദിച്ചിരുന്നു, ജയേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, എങ്ങനെയുണ്ടായിരുന്നു മകന്റെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ കൊള്ളാം, നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞത് എനിക്ക് ആദ്യത്തെ ക്ലാസ്സിന്, അതായത് ഒന്നാമത്തെ നമ്മൾ തുടങ്ങിയ സമയത്ത് അന്നും എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അമ്മയ്ക്ക് അഭിപ്രായം പറയാനുണ്ടാവും. വളരെ ആദരപൂർവ്വം ഞാൻ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാ ക്ലാസ്സും വളരെ നന്നായിട്ട് എടുത്തു എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ചൊന്നും മകനെ തന്നെ പുകഴ്ത്തുന്നതിൽ സരസ്വതി ഒക്കെ പറഞ്ഞില്ലേ, എല്ലാ ക്ലാസ്സും നന്നായിട്ടെടുത്തു. അവരുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങളാണ് എൻ്റെ. അമ്മയുടെ പ്രചോദനം. ഞാൻ എന്നും വിളിച്ച അമ്മയിൽ നിന്ന് അനുഗ്രഹം മേടിച്ചിട്ടേ ക്ലാസ് എടുത്തിട്ടുള്ളൂ. അമ്മയുടെ അനുഗ്രഹം. വളരെ സന്തോഷം അമ്മ. അടുത്തായി വേദിയിലേക്ക് നമ്മുടെ സൂറത്ത് ചാപ്റ്ററിൽ നിന്നുള്ള ശോഭ ചേച്ചിനെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ശോഭ ചേച്ചിയും ഇതിന്റെ സ്ഥിരം ആബ്സെന്റ് ആവാതെ
ഈ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ശോഭ ചേച്ചി. ഉണ്ണികൃഷ്ണൻ സാർ കൈപൊക്കുന്നു. ആക്കിക്കോട്ടെ സാർ പറഞ്ഞു. അദ്ദേഹം ഒരു തുല്യനാണല്ലോ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ജയശങ്കര, ജ്യോതിഷ ഇടയ്ക്ക് നെറ്റ് കട്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതൊരു ഇത് വരുന്നത്. ഓക്കെ, ഉണ്ണികൃഷ്ണൻ സാർ പറയൂ. അതെ, ഞാന് 2 വാക്ക് പറയുന്നതിൽ കൂടുതൽ സൗന്ദര്യ ലഹരിയുടെ ക്ലാസ് എന്റെ വീട്ടില് എങ്ങനെ ഇൻഫ്ലുവൻസ് ആയി എന്നുള്ളതിന് ഒരു പ്രത്യക്ഷ ഉദാഹരണം എന്റെ പേരക്കുട്ടി ഷീ വിൽ ചാൻഡ് ആ ആദ്യത്തെ ശ്ലോകം മോള് ചാൻഡ് ചെയ്യും. ജയശങ്കര, വെരി ഗുഡ്, ഗ്രേറ്റ് ജയശങ്കര. ഹായ് മോളെ ജയശങ്കര. ശക്തപ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അഗസ്ത്വാമാരാധ്യം പ്രണംതും സ്തോതും കഥമകൃത പുണ്യപ്രഭവതി. ജയശങ്കര. മോൾ ഒന്നും കൂടെ ഒന്ന് ജപിക്കുവോ? ശരിക്കും കേട്ടില്ല, കാരണം എനിക്ക് തോന്നുന്നു ആ മൈക്കിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ഒന്നും കൂടെ സ്പീക്കർ അടുത്ത് വെച്ചൊന്ന് ജപിക്കുവോ? ജ്യോതിഷിന്റെ അവിടെ ഇതാവുന്നോ ജ്യോതിഷേ? ആണോ? ക്ലിയർ ആയിരുന്നോ? ആണല്ലേ? ഒന്നുകൂടെ നമുക്ക് സുഖമല്ലേ കേൾക്കാൻ? ഒന്നുകൂടെ ചൊല്ലിക്കോളൂ. മോള് നന്നായിട്ട് ചൊല്ലിട്ടോ, മിടുക്കിയായിട്ട് അത് ചൊല്ലി. ദേവി അനുഗ്രഹിക്കട്ടെ. ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അദസ്ത്വാമാരാധ്യം പ്രണംതും സ്തോതും കഥമകൃത പുണ്യപ്രഭവതി. വളരെ സന്തോഷം മോളെ. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ജയശങ്കര. ശോഭ ചേച്ചി. കുഞ്ഞിനെ കൊണ്ട് ചൊല്ലിച്ചത് ഈ ഒരു ക്ലാസ് എന്റെ വീട്ടിൽ എത്ര കണ്ട് മറ്റുള്ളിടത്ത് ഇൻഫ്ലുവൻസ് ആയി എന്നൊന്ന് പറയാൻ വേണ്ടി. അപ്പൊ പിന്നെ അത് കൂടുതൽ ആവശ്യമില്ല. ബിക്കോസ് ഇടയ്ക്ക് ചൊല്ലുമ്പോ കുട്ടി അവിടെ ഇരുന്ന് കേൾക്കും വല്ലപ്പോഴൊക്കെ. അപ്പോ ചില അങ്ങനെയൊക്കെ ഇരുന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ മോളെ കൊണ്ടൊന്ന് ഒരു ശ്ലോകം അവള് പഠിച്ചു എന്ന് പറയുമ്പോ ബാക്കിയൂടെ പഠിക്കും. അതിന് വളരെ നന്ദി. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സൗന്ദര്യ ലഹരിയിൽ ജീവിക്കുകയായിരുന്നു. അപ്പോ അത് നിന്നു പോകരുത്. അപ്പൊ ഞാൻ ഒരിക്കല് നമ്മുടെ ആചാര്യനോട് പറഞ്ഞിരുന്നു റിവിഷൻ എങ്ങനെ ഒന്ന് നടത്തണമെന്ന്. കാരണം ആരായാലും ശരി, ഏതെങ്കിലും 1-2 ശ്ലോകങ്ങൾ പഠിച്ചിട്ട് ആ ശ്ലോകത്തിൽ നിന്ന് എന്ത് ഉൾക്കൊണ്ടു എന്നുള്ളത് അവരെ കൊണ്ട് പറയിക്കുകയാണെങ്കിൽ അതൊരു നന്നായിരിക്കുമെന്നാണ് എൻ്റെ കണക്കൂട്ടല്. ഇപ്പൊ റിവിഷന്റെ ആ ഒരു രീതി അങ്ങനെ കൂടെ ആയാൽ നന്നായിരിക്കും. അങ്ങനെ ആവട്ടെ. എല്ലാവരും ഒന്ന് അടുത്ത ക്ലാസ് പോലെ വായിച്ചിട്ട് വരിക. നമുക്ക് ശ്ലോകങ്ങൾ ചൊല്ലി നോക്കാം. ആദ്യത്തെ 5 ശ്ലോകം അല്ല ജ്യോതിഷേ, ഓരോ 5 ശ്ലോകം വെച്ച് ചൊല്ലി നോക്കാം അല്ലേ? അതോ 10 ശ്ലോകമോ? 4-5 ശ്ലോകം ചൊല്ലാം. അർത്ഥം പറയാം. എല്ലാവരും ചൊല്ലുക. അർത്ഥം പറയാൻ പറ്റുന്നവര് ഒന്ന് പറഞ്ഞു നോക്കുക. അപ്പൊ എല്ലാവരും അങ്ങനെ തയ്യാറായി വരിക. അടുത്ത ചൊവ്വാഴ്ച മുതൽ റിവിഷൻ നടത്താം എന്ന് തീരുമാനിക്കാം. ആയിക്കോട്ടെ, വളരെ സന്തോഷം. ഗംഗാദേവി ടീച്ചർ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്. ഞാൻ പറയാൻ വരായിരുന്നു. നമ്മുടെ ജയശങ്കിയുടെ സഹോദരി കൂടിയാണ്. പക്ഷെ സഹോദരി അല്ല എന്നുള്ളതാണ് രസം. സഹോദരിയുടെ അമ്മയാണ് നിത്യം അവിടെ ഉള്ളതെന്നുള്ളതാ. അത് ടീച്ചറാ, രാധ ടീച്ചർ സ്കൂൾ ടീച്ചറായിരുന്നു. രണ്ടുപേരും ടീച്ചറാ. ജയശങ്കര. എനിവേ പ്രൊസീഡ്. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ജ്യോതിഷ സമയം അതിക്രമിക്കുന്നു. സമയം ഒരുപാടായിട്ടുണ്ട്. ശോഭ ചേച്ചി സംസാരിക്കുന്നുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. നമുക്കിതുപോലെ
ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ഇതുപോലെ ഒരു ഗുരുവിന്റെ കീഴില് എല്ലാം പഠിക്കാൻ കഴിഞ്ഞത് നമ്മുടെ സൗഭാഗ്യമാണെന്ന് വിചാരിക്കുക. പിന്നെ ഇത്രയധികം നന്നായിട്ട് പഠിപ്പിച്ച ജയകൃഷ്ണൻ തിരുമേനിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞാൻ 2 പ്രാവശ്യം ട്രെയിനിൽ ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത് നാട്ടിൽ പോകാൻ നേരം. അത്രയ്ക്കും ആകാംക്ഷയോടെയാണ് ഇത് കാത്തിരുന്നത് എല്ലാ ചൊവ്വാഴ്ചയും. പിന്നെ സൗന്ദര്യലഹരി പഠിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. പിന്നെ വേറെ കൂടുതലൊന്നും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വളരെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത്. സരസ്വതി ഓപ്പോള് പറഞ്ഞ പോലെ എല്ലാ ചൊവ്വാഴ്ച ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ക്ലാസ് തുടങ്ങാന്. ഇനിയിപ്പൊ തീർന്നത്, എന്നാലും ഇനിയും കണ്ടിന്യൂ ചെയ്യുമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ശരി, എന്നാ ജയ്ശങ്കര. വളരെ സന്തോഷം, വളരെ സന്തോഷം ചേച്ചി. ജയകൃഷ്ണൻജി ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ടാണെങ്കിലും അതെ പറയാൻ വരുന്നതായിരുന്നു സുരേഷ് ഏട്ടാ. ഞാൻ പറയായിരുന്നു, വേറൊരു ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിലും ഇദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് എപ്പോഴും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പരിപാടിയിൽ എന്തായാലും പങ്കെടുക്കും. നമ്മുടെ ഒമാൻ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ കൂടിയായ ശ്രീ അഭിലാഷ് ജി ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. 2 വാക്ക് സംസാരിച്ച ശേഷം നമുക്ക് ഇത് ദേവിക്ക് അർപ്പണം ചെയ്യാം. അഭിലാഷ് ജി. ജയശങ്കര സ്വാമി, ഇന്നത്തെ കുറെ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് അറ്റൻഡ് ചെയ്ത ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു വിഷമം എന്ന് പറഞ്ഞാല് എന്റെ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാർട്ടാണിത്. പക്ഷെ ചേച്ചിക്ക് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് വന്നിരുന്നല്ലോ, കവിത ചേച്ചി ഉണ്ടായിരുന്നല്ലോ. തിരുമുല്ലാരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അവരുടെ വീടിന്റെ വാതിലാണ് ആ അമ്പലം. കവിത ചേച്ചി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ചേച്ചിക്ക് ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നു. വന്നാൽ തന്നെ ആ ബഹളം ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചി എങ്ങനെങ്കിലും ആ ശ്ലോകം ചൊല്ലിയല്ലേ ഫസ്റ്റിലെ. ഭയങ്കര അറ്റംപ്റ്റ് ആണ് അത് ചെയ്യുന്നത്. ഞാനത് കണ്ടിട്ടുണ്ട് പലവട്ടം. പക്ഷെ ഇന്ന് കണ്ടതിനകത്ത് ഞാൻ വളരെയധികം ഭാഗ്യവാനാന്ന് കണ്ടു. എന്താന്ന് വെച്ചാല് ജയകൃഷ്ണൻ സ്വാമിയുടെ മുഖത്ത് കണ്ടത് ആ ഒരു പ്രഭയുണ്ടല്ലോ, ഒരു സൂര്യപ്രകാശത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ എന്റെ ഒരു ഗ്രേറ്റ് അച്ചീവ്മെന്റ്, ഞാൻ ഈ 47 വാഴ്ചയിലൂടെ നടന്നു. ആ നടന്നതിൽ ഓരോ കാൽവയ്പും ഇത്രയും സ്ട്രോങ് ആണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ഞാനത് ചെയ്തത് കറക്റ്റാണ്. ഞാൻ വളരെയധികം സെൽഫ് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. പേഴ്സണലി സെൽഫ് സാറ്റിസ്ഫൈഡ് ആണ്. എന്താന്ന് വെച്ചാൽ ഇന്നുള്ള വേറൊരു പ്രത്യേകത, ഒരു മത്സര ബുദ്ധിയോടാണ് എല്ലാവരും ശ്ലോകം ചൊല്ലുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് ചൊല്ലാൻ മാർഗമില്ല. ഞാനത് കണ്ടു മാത്രമേ പറ്റിയാലും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഡ്രൈവിങ്ങിലായതുകൊണ്ട് അത് പറ്റത്തില്ല. പക്ഷെ ഇന്ന് ആ കണ്ട ആ തേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ദൈവത്തിന്റെ പ്രഭ തന്നെ ജയകൃഷ്ണ സ്വാമിയുടെ മുഖത്ത് കണ്ടു. അതിൽ വളരെയധികം സന്തുഷ്ടനാണ്. ഒരു ഗുരുവിനെയും ദൈവത്തിനെയും കണ്ടല്ലോ, അത് വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. എന്തോന്നാലും നന്മകൾ വരട്ടെ. ഇനി ശക്തമായ കാൽവയ്പിലൂടെ പുതിയ പുതിയ പഠനങ്ങൾക്ക് നേതൃത്വം നൽകണം. ഇത് ഈ ഗ്രൂപ്പിന്റെ ഒരു ഉത്തേജനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ നന്ദി. ജയശങ്കര. വളരെ സന്തോഷം അഭിലാഷി. കോരിത്തെരിച്ചു, ശരീരം തന്നെ കുളിര് കോരി. എല്ലാരും ഒരുപാട് നാളിന് ശേഷം മാധവ് സാറിനെ കണ്ടു, നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിനെ കണ്ടു, സുരേഷ് ചേട്ടനെ കണ്ടു, സരസ്വതി ജ്യോതിഷ. ഇനി അഭിലാഷ് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ദിവസം ഒന്ന് ചൊല്ലിയാലും മതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ കുറച്ച് ജോലി കൂടുതലായതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഒട്ടും സമയമില്ലാത്തത്. പക്ഷെ ഇന്ന് ഒരുപാട് പേരെ കണ്ട്, മാധവൻ സാറിനെ കണ്ട്. ഇതൊക്കെ നമുക്ക് ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൂപ്പിൽ 4 or 5 പേരുണ്ടായിരുന്ന സമയത്തും ഒരുപാട് ഉത്തേജനം നൽകിയ ആൾക്കാരായി ഈ പറയുന്നവരൊക്കെ. അപ്പം അത് വളരെ ഒരു ഭാഗ്യമായിട്ടും കാണുന്നു. എനിവേ, വെരി താങ്ക്സ്. ജയശങ്കര. വളരെ സന്തോഷം അഭിലാഷി. അപ്പൊ നമുക്കിന്ന് അഹംബ്രഹ്മാസ്മി ഇവിടെ പൂർണ്ണമാവുകയാണ്. ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ജയശങ്കര. ദേവിയുടെ പാതാരബിന്ദങ്ങളിൽ ഈ മലര് സമർപ്പിക്കുന്നതിനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട മാധവേട്ടനെ ഞാൻ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പൂർണ്ണ പുഷ്പാഞ്ജലി നടത്തി ദേവി മൂകാംബികയുടെ പാതാരബിന്ദങ്ങളിൽ ഈ അഹംബ്രഹ്മാസ്മി അർപ്പിക്കുവാൻ ഞാൻ സദയം ക്ഷണിച്ചുകൊള്ളുന്നു. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരപി
പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യ പ്രഭവതി. അങ്ങനെയുള്ള ആ ജഗദംബികയ്ക്ക് നമസ്കാരം. 27ാമത്തെ ശ്ലോകം സൗന്ദര്യലഹരിയുടെ സത്തായിട്ടാണ് ഞാൻ. കാരണം എൻ്റെ കുറേയൊക്കെ സുഖദുഃഖങ്ങൾ അടങ്ങിയ ഒരു ജീവിതത്തിൽ ഈ ജപോജൽപശില്പം എന്നുള്ള ശ്ലോകം വല്ലാണ്ട് എഫക്റ്റ് ചെയ്തു. എന്നും ഞാനത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും എല്ലാം ആ ഭഗവതിയുടെ പാദങ്ങളിൽ സമർപ്പിക്കാനുള്ളതാണ്. ഇപ്പം അതാണ് ജപോജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതിപ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണതൃശ സപര്യാപര്യായ സ്തവ ഭവതു യന്മേ വിലസിതം. എല്ലാം അങ്ങയുടെ നിന്തിരുവടിയുടെ ഇച്ഛകൾ തന്നെയാണ് നടക്കുന്നത് ഈ ലോകത്ത്. എല്ലാം അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. പിന്നെ ഏറെ എന്നെ ആകർഷിച്ച ശ്ലോകം എന്ന് പറയുന്നത്, ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ചൊല്ലിയൊരു ശ്ലോകമാണ്. ദൃശാദ്രാഘീയസ്യാദരദളിത നീലോത്പലരുച ദവീയാംസം ദീനം സ്നപയ കൃപയാ മാമപി ശിവേ, കൃപയാ മാമപി ശിവേ. അങ്ങയുടെ കൃപ കൊണ്ട് എന്നെ ഉദ്ധരിക്കണേ, എന്നെയും ഈ ജീവിതത്തിൽ എനിക്കും ഒരു നല്ല സ്ഥാനം തരണേ എന്നുള്ളത്. മാമപി ശിവേ അനേനായം ധന്യോ ഭവതി നചതേഹാനിര്യതാ വനേവാ ഹർമ്മേവാ സമകര നിപാതോ ഹിമകര എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രരശ്മികൾ എല്ലായിടത്തും ഒരുപോലെ പതിക്കുന്നത് പോലെ എല്ലാവർക്കും നിന്തിരുവടിയുടെ അനുഗ്രഹം ലഭിക്കണേ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗന്ദര്യ ലഹരിയാണ് കഴിഞ്ഞ 47 എപ്പിസോഡുകളിലായിട്ട് നമ്മളൊക്കെ ഇവിടെ ആസ്വദിച്ചത്, പഠിച്ചത്. അതുകൊണ്ട് വളരെയധികം ധന്യരാണ്. ഈ വൈകിയ വേളയിൽ കൂടുതൽ വാക്കുകൾക്ക് പ്രസക്തിയില്ല. ഏതായാലും അവസാനത്തെ ശ്ലോകവും അത് തന്നെയാണ്. മുമ്പൊന്നും ചിലപ്പോൾ ഈ പ്രദീപജ്വാലാഭിർദിവസകര നീരാജന വിധി എന്നുള്ളത് അത്രത്തോളം അർത്ഥം ചിന്തിച്ചിരുന്നില്ല. ഇന്നാണ് അതിൻ്റെ അർത്ഥം കുറച്ച് ചിന്തിച്ചത്. അപ്പോൾ എത്ര ഗംഭീരമാണ് ആ പദങ്ങൾ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അങ്ങ് തന്ന വാഗ്ഭിഹി വാചാം സ്തുതിരി എന്നാ പറയും. അപ്പോൾ അങ്ങ് തന്നത് തന്നെയാണ് ഈ അക്ഷരങ്ങൾ, ഈ വാക്കുകൾ അങ്ങ് തന്നതാണ്. അതേ വാക്കുകളാൽ അങ്ങയെ സ്തുതിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ ധന്യരായി എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇനിയും നമുക്കിത് കൂടുതൽ പിപത ഭാഗവതം രസം എന്ന് പറയുന്നത് പോലെ പിപത സൗന്ദര്യലഹരി രസം എന്ന് നമുക്ക് തീരുമാനിക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും തുടർന്ന് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. വളരെ സന്തോഷം മാധവേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ദേവി മൂകാംബികയുടെ അനുഗ്രഹ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുനോ ഭവന്തു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. 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 ജയശങ്കര.